നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണർ സ്ഥാനം ഒഴിയുകയാണ്. പുതിയ ഗവർണർ എത്തുന്നു. ബീഹാർ ഗവർണറായി സേവനമനുഷ്ഠിച്ച രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറാണ് കേരളത്തിൻ്റെ പുതിയ ഗവർണർ. ഗവർണർ സർക്കാർ പോര് പല തലങ്ങളിലേക്ക് നീങ്ങുന്നത് കേരളം കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടു. അത് സർക്കാരിനെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കി. പുതിയ ഗവർണർ പിണറായി സർക്കാരിന് പിന്തുണ നൽകും എന്ന് പ്രതീക്ഷിക്കേണ്ടതുണ്ടോ എന്നാണ് പൊതുവേദി എന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ആദ്യ കോളർ ശ്രീ കുഞ്ഞഹമ്മദാണ്. അദ്ദേഹം കോഴിക്കോട് നിന്നാണ് നമുക്കൊപ്പം ചേരുന്നത്. ശ്രീ കുഞ്ഞഹമ്മദ്, വലിയ തോതിൽ സർക്കാരും ഗവർണറും ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിഞ്ഞു. കരിങ്കൊടികൾ ഗവർണറെ പല കേന്ദ്രങ്ങളിലും സ്വീകരിക്കുന്ന കാഴ്ചകൾ കാണാൻ കഴിഞ്ഞു. കിട്ടുന്ന അവസരങ്ങളിലൊക്കെ സർക്കാരിനെതിരെ ശക്തമായി പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ പ്രതികരിക്കാൻ ഗവർണറും ശ്രമിച്ചു. അങ്ങനെ സംഭവബഹുലമായ ദിനങ്ങൾ അവസാനിക്കുകയാണ്. പുതിയ ഗവർണറിനെ സംബന്ധിച്ച് ശ്രീ കുഞ്ഞഹമ്മദിന് എന്ത് പ്രതീക്ഷയാണുള്ളത്? നമസ്കാരം സാർ. നമസ്കാരം. ക്രിസ്മസ് ആശംസകൾ ചേർന്ന് താങ്കൾക്കും താങ്കളുടെ സ്റ്റാഫിനും. വളരെ സന്തോഷം ശ്രീ കുഞ്ഞഹമ്മദ്. താങ്കളും എനിക്ക് പറയാനുള്ളത്, ഒരു കണക്കിന് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന വ്യക്തി ഇവിടുന്ന് പോയത് നന്നായിരിക്കും. കാരണം എന്താ വെച്ചാൽ ഈ മുട്ടായി തെരുവ് പോയിട്ട് ഈ പരസ്യമായ ജനങ്ങളുടെ ഇടയിൽ പോയിട്ട് അലുവായെത്തുന്ന അതൊക്കെ ഒരു തെറ്റാണ്. മുട്ടായി തെരുവിൽ പോയി ഒരു അലുവ കഴിച്ചത് ഒരു തെറ്റാണ്. അതുകൊണ്ട് ഗവർണറെ ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് വിമർശിക്കാനുണ്ട്. പക്ഷേ ഈ മുട്ടായി തെരുവിൽ പോയി ഹലുവ കഴിച്ച കാര്യത്തിൽ എന്തെങ്കിലും ഒരു വിമർശനം ചെയ്യേണ്ടതുണ്ടോ? അതൊരു വലിയ തെറ്റാണ്. അതിന്റെ ജനങ്ങളുടെ ഇടയിൽ കൂടെ ഒരു ഗവർണർ നടക്കണ്ടേ? ഉത്തരവാദി ഗവൺമെന്റ് ആയിരിക്കും. അത് ശരിയാണ്. ഗവർണർക്ക് വേണമെങ്കിൽ ആളുകളെ അറിയിക്കാമായിരുന്നു. പക്ഷേ ആ മുട്ടായി തെരുവിൽ ആളുകൾ സ്നേഹത്തോടെ അദ്ദേഹത്തെ സ്വീകരിച്ചു, വായിൽ ഹലുവ വെച്ചു കൊടുത്തു. കേരളം സമാധാനപൂർവമായ ഭരണ സംവിധാനം തകരാത്തൊരിടമാണ് എന്ന് അങ്ങനെ തെളിയിക്കല്ലേ സത്യത്തിൽ ഗവർണർ ചെയ്തത്. ആ ചട്ടക്കൂട്ടിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാവൂ. നിയമാനുസൃതമായിട്ട് വരുന്ന ബില്ലുകൾ ഒപ്പിട്ട് കൊടുക്കുക, ജനകീയ സർക്കാരിന്റെ അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുക, വരുന്ന ബില്ലുകൾ തടഞ്ഞു വെക്കാണ്ട് ഒപ്പിട്ട് കൊടുക്കുക. അല്ല, അത് അങ്ങ് പറഞ്ഞത് ശരിയാണ്. ജനാധിപത്യ സർക്കാരിന് ഒരു പൂരകമായി വർത്തിക്കുക എന്നത് ഗവർണറുടെ ഉത്തരവാദിത്തമാണ്. പക്ഷേ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം, ഗവർണറായാലും ഇന്ത്യയുടെ പരമോന്നത നേതാക്കളായാലും ആളുകൾക്കിടയിലേക്ക് ഇറങ്ങുന്നതിനൊരു തെറ്റ് പറയാനില്ല. പക്ഷേ അതിന് ബന്ധപ്പെട്ട സെറ്റ് കാറ്റഗറി നിയമങ്ങൾ പാലിക്കണം. അതിൻ്റെ സുരക്ഷ ഉറപ്പാക്കാനായി വേണ്ട ഉദ്യോഗസ്ഥർക്ക് യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. സക്കറിയ തൊടുപുഴയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ സ്കറിയ നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്, തൊടുപുഴയിൽ നിന്ന് വിളിക്കുകയാണ്. ഇന്ന് ക്രിസ്മസ് ആഘോഷത്തിൻ്റെ തിരക്കിനിടയിലും സ്കറിയ പൊതുവേദിയെ ഓർത്തു എന്നത് ഏറ്റവും അധികം സന്തോഷം നൽകുന്നു. അവിടെ കുടുംബത്തോടൊപ്പം ക്രിസ്മസ് ആഘോഷിക്കുകയായിരിക്കും, എങ്കിലും പൊതുവേദിയിലും ചേർന്നത് കൊണ്ട് സന്തോഷം. ശ്രീ സ്കറിയ എങ്ങനെ? യെസ്, ഞാൻ തൊടുപുഴയല്ല കേട്ടോ, ചെറുപുഴ കണ്ണൂരാണ്. അത് എനിക്കറിയാം. അത് പക്ഷേ കിട്ടിയത് ചെറുപുഴ എനിക്കറിയാം. ആദ്യമായിട്ട് തന്നെ ഹാപ്പി ക്രിസ്മസ് മനുവിന്റെ കുടുംബത്തിന്, ന്യൂസ് 80 കുടുംബങ്ങൾക്ക്, എല്ലാവർക്കും, പിന്നെ നമ്മുടെ ഈ കേരളത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും, ലോകത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും എന്റെ ഹാപ്പി ക്രിസ്മസ്. യെസ്, സ്കറിയയ്ക്കും നല്ല ഒരു പുതുവത്സരവും സന്തോഷകരമായൊരു ക്രിസ്മസും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുകയാണ് ന്യൂസ് 18 ഭാഗത്തു നിന്ന്. ഓക്കെ, എനിക്ക് പറയാനുള്ളത് എന്നാന്ന് വെച്ചാൽ, ഇന്നലെയൊക്കെ കരോൾ പിരിവുകാരെ കോഴിക്കോടൊക്കെ ആക്രമിച്ചു. അപ്പൊ ആ വിഷയമായിരിക്കും ഇന്ന് ചർച്ച ചെയ്യുന്നതെന്നായിരുന്നു ഞാൻ. നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തു. ഇന്നലെ രാത്രിക്കാണ് പിന്നെയും 8 പേരെ ആക്രമിക്കുകയും 8 പേർക്ക് കഴിഞ്ഞ 2 ദിവസമായി നമ്മൾ ഈ ക്രൈസ്തവ സമൂഹത്തിന് നേരെ നടക്കുന്ന ആക്രമണങ്ങളാണ് ചർച്ച. അപ്പം ഇതിനകത്തെന്നാന്ന് വെച്ചാൽ, ഈ ഗവർണർ പോരും പിണറായി പോരൊക്കെ അത് വെറും നാടകങ്ങളായിരുന്നേ. പിണറായി സർക്കാരിനെ രക്ഷിക്കാൻ വേണ്ടി ഗവർണർ കളിച്ച നാടകങ്ങളാ. ഇവർ തമ്മിൽ അഡ്ജസ്റ്റ്മെന്റാ. ഒരു പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെന്ന് പറയുന്നത് ഇവർ തമ്മിൽ കളിച്ച് ഇനി വരുന്ന ഗവർണർ ഇത് തന്നെ കളിക്കുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എല്ലാവർക്കും അറിയാം, സാധാരണക്കാരൻ ഒരു കേസിൽ സാക്ഷി പറയാൻ 3 പ്രാവശ്യം പോയിട്ടില്ലേ പോലീസ് പിടിക്കും. ഇപ്പൊ ലാവലിംഗ് കേസ് എത്ര പ്രാവശ്യം മാറ്റിവെച്ചു.
അപ്പൊ ഒരു അഡ്ജസ്റ്റ്മെന്റ് തന്ത്രമാണ്. നമ്മൾ പണ്ടൊരു പ്രയോഗമുണ്ട്, ഇപ്പൊ അത് ആ പ്രയോഗം ഉപയോഗിക്കാവോ എന്ന് എനിക്കറിയില്ല, ചക്കളത്തിപ്പോര് എന്ന് പറയും. അതായത് അപ്പൊ ഇന്നത്തെ ദിവസത്തിൽ നമ്മൾ അങ്ങനെയൊക്കെ ഒരു പോരുകളെ കുറിച്ച് അല്ലെങ്കിൽ ചിലര് മോശമായിട്ട് പറയും, നമ്മളങ്ങനെ മോശമായിട്ട് പറഞ്ഞു കഴിയുമ്പോൾ അതെന്നെ കുഴപ്പമെന്ന് വെച്ചാൽ അത് പൊതുജനം കേൾക്കുന്നതാണ്. അപ്പൊ ഇതിനകത്ത് എന്നാന്ന് വെച്ചാൽ ഈ വിളിക്കുന്ന ആൾക്കാർ മാനമായി സംസാരിക്കാനായിട്ട് അറിയത്തില്ലാത്ത കുറെ ആൾക്കാരുണ്ട് പൊതുവെ. അതൊക്കെയാണ് ഞാൻ വിളിച്ചത്. അല്ല, അവരെയൊക്കെ നമ്മൾ പലപ്പോഴും ആളുകൾ ഇങ്ങനെ ഒരു വിഷയമുണ്ട്, അവർക്ക് പലപ്പോഴും പൊതു അവസരങ്ങൾ കിട്ടാറില്ല. പലപ്പോഴും അവരുടെ അഭിപ്രായങ്ങൾ ശുചിമുറികളിലും പൊതു ശുചിമുറികളിലും റെയിൽവേ കമ്പാർട്ട്മെൻറ്റുകളിലും ഒക്കെ എഴുതി വെച്ച് ശീലിച്ച ആളുകൾ ഒരുപാടുണ്ടാകാം. അപ്പോൾ അവർക്ക് ചില സ്വഭാവങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ അവർ പൊതുവേദിയിലേക്ക് വരുന്നു, ഇതൊരു പൊതുസമൂഹത്തിൻ്റെ കാഴ്ചപ്പാടാണ് പൊതുവേദി എന്നവർ പതുക്കെയെങ്കിലും പഠിക്കുന്നു. പൊതു അഭിപ്രായങ്ങളോട് യോജിച്ച് നിൽക്കാനും പൊതുബോധം എങ്ങനെ വികസിക്കുന്നു എന്ന് മനസ്സിലാക്കാനും ഒക്കെ അവർക്ക് അവസരം ലഭിക്കുന്നു. ഇവിടെ എന്നാ കേസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഇനി വരുന്ന ഗവർണർ ഇവരുടെ പാലത്തിന്റെ ഒരു കണ്ണി തന്നെയായിരിക്കും. അപ്പൊ ഈ സർക്കാർ പ്രതിരോധത്തിലാകുമ്പോൾ മാത്രമായിരുന്നല്ലോ നമ്മുടെ ഗവർണർ കസേര ഇട്ടിട്ട് അവിടെ ഇരിക്കുന്നു. ഒരു ഗവർണർക്ക് അതിൻ്റെതായ ഒരു അധികാരമുണ്ട്. അവിടെ പോലീസ് ഗവർണറെ അവിടെ ഇരുത്തുകയല്ല ചെയ്യണ്ടേ, പുള്ളിക്ക് പ്രതിഷേധിക്കുകയല്ല ചെയ്യണ്ടേ, പുള്ളിക്ക് പല പല നടപടികളും സ്വീകരിക്കാം സർക്കാരിനെതിരെ. അതാണല്ലോ ഗവർണർ പദവി. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും ബാലചന്ദ്രൻ എന്നൊരു പ്രേക്ഷകൻ ഉത്തർപ്രദേശിൽ നിന്നാണോ വിളിക്കുന്നത്? ശ്രീ ബാലചന്ദ്രൻ, വളരെ സന്തോഷം. ഉത്തർപ്രദേശിൽ പൊതുവേദി കാണുന്നു. ഉത്തർപ്രദേശിൽ എവിടെ നിന്നാണ് ശ്രീ ബാലചന്ദ്രൻ നമ്മുടെ പൊതുവേദി കാണുന്നത്? ഉത്തർപ്രദേശിലെ ബറേലിയിൽ നിന്നും. ബറേലി, ബറേലി. ഞാൻ ആദ്യമേ നമസ്കാരം. ഹാപ്പി ക്രിസ്മസ്. ഉത്തർപ്രദേശിലെ മലയാളി സമാജമൊക്കെ ഉണ്ടാവുമല്ലോ, അവരെ എല്ലാം അറിയിക്കണം ന്യൂസ് 18 പൊതുവേദിയുടെ ഈ ആശംസകൾ. ഒപ്പം അങ്ങയ്ക്കും കുടുംബത്തിനും ഒക്കെ നല്ലൊരു ക്രിസ്മസും പുതുവർഷവും ഞങ്ങൾ ആശംസിക്കുകയാണ്. ഞാൻ ഈ പൊതുവേദി കുറെ കാലമായിട്ട് കാണലുണ്ട്. ഇന്നലെ വിളിച്ചപ്പോ എനിക്ക് കിട്ടി. അപ്പൊ ഇനി ഇടയ്ക്കിടയ്ക്ക് വിളിക്കാം, നമുക്ക് സംസാരിക്കാം. ഇടയ്ക്കിടയ്ക്ക് എന്തായാലും വിളിക്കും, കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടു. കറന്റ് ആയിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ ശരിക്കും ജനങ്ങളുടെ അഭിപ്രായം ചോദിക്കുക. അതില് എതിരഭിപ്രായങ്ങൾ തൊള്ളേ തോന്നിയ വർത്താനം രാഷ്ട്രീയ ചായ്പൊക്കെ ഉണ്ടാവും, അത് വേറെ വശം. പക്ഷെ ഇത് ഒരു ഗവർണർ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വളരെ മോശപ്പെട്ട ഒരു ഗവർണറായിരുന്നു എന്നാണ്. ഈ മുഹമ്മദ് ആരിഫ് ഖാനോ? ആരിഫ് മുഹമ്മദ് ഖാൻ. കാരണം വേറെ എല്ലാ തരത്തിലും ഒരു ഗവർണറിനൊക്കെ നല്ല പോസ്റ്റ് അല്ലേ. ഇതിപ്പോ ഗവർണർ ആണെങ്കിലും പ്രധാനമന്ത്രി ആണെങ്കിലും അപ്പൊ ഈ രാഹുൽ ഗാന്ധി അടക്കം ഈ പബ്ലിക്കിൽ ഇറങ്ങിയിട്ട് ചായക്കടയിൽ കയറി ഇറങ്ങലും വലുവ് തന്നെങ്കിലും മൂട്ടായി തന്നെയൊന്നും ഒരു നല്ല പ്രവൃത്തിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. മുട്ടായി ഒക്കെ കഴിച്ചോട്ടെ ശ്രീ ബാലചന്ദ്രൻ, അതൊരു പബ്ലിക്കായിട്ട് ഒരു വേദിയിൽ സ്വീകരിച്ച് വിളിച്ചിട്ട് ആ വേദിയിൽ, കാരണം അവർ പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് വളരെ പ്രോട്ടോകോൾ അനുസരിച്ച് മുട്ടായി കഴിക്കാം. ഒരു ഗവർണർക്ക് പ്രോട്ടോകോൾ അനുസരിച്ച് ആ സെറ്റ് കാറ്റഗറിയിൽ അതേ 2-3 മണിക്കൂർ മുമ്പ് ഒരു അറിവ് കൊടുത്താൽ, അല്ല അദ്ദേഹത്തിന് 2-3 മണിക്കൂർ മുമ്പ് അല്ലെങ്കിൽ ഇത്ര സമയം മുമ്പ് ആ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിക്കുകയാണ്, ഞാനിങ്ങനെ മുട്ടായി തെരുവിൽ പോയി മുട്ടായി തിന്നാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ അതിന് ബന്ധപ്പെട്ട സുരക്ഷ ഒരുക്കും. മുട്ടായുമായ ആളുകളെ ഒരു പ്രത്യേക സ്ഥലത്ത് നിർത്തും, അവിടെ മുട്ടായി കഴിക്കാം. ഒരുക്കിയിട്ടുണ്ടെങ്കിലും തെരുവിൽ മനുഷ്യർ മാത്രമല്ല നായ്ക്കളുണ്ടാവും. നായ്ക്കളൊക്കെ ഓടിക്കാൻ ഏത് പോലീസിന് പറ്റും? അതിനെനിക്ക് പിന്നെന്ന് പറഞ്ഞാൽ ഒരു സാംസ്കാരിക ഒരു ഗുഡ്ക തിന്നിട്ടും പബ്ലിക്കിനായിട്ട് അതൊരു മനുഷ്യനെ ഒരു നല്ല രീതി പഠിപ്പിക്കുന്ന രീതിയല്ല. പിന്നെ ഒരു ഗവൺമെന്റിനെ നയിക്കേണ്ട ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വേറൊരു പവറിലായിട്ടിരിക്കണം. അങ്ങോട്ട് നയിക്കാൻ അറിയില്ല ഒരു ഗവൺമെന്റിനെ. വേണമെങ്കിൽ ഒരു മന്ത്രിയായിട്ടിരിക്കാം, അല്ല അങ്ങനെയൊക്കെ പറ്റില്ല. ഒരു ഗവർണറായിട്ടിരിക്കാൻ ഒരിക്കലും യോഗ്യനല്ല. ഇപ്പൊ വന്ന ആള് പറയാൻ പറ്റില്ല, നമുക്ക് കണ്ടറിയാം. പുതിയ കൊല്ലം പറക്കണു. നമ്മുടെ കേരളത്തിന് വേണ്ടി ഒരു ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യലാണ് ഏത് ഗവർണറുടെയും ജോലി. നല്ല രീതികളെ സപ്പോർട്ട് ചെയ്യുക, മോശം പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ നിശ്ചിതമായിട്ട് അതിനെതിരെ ശക്തമായ പ്രതിഷേധം. ഏതായാലും അദ്ദേഹം കടുത്ത RSS നിലപാടുള്ള ആളാണ് എന്ന് വ്യക്തമാണ്. ചെറുപ്പകാലം തൊട്ട് RSSന്റെ ഭാഗമായിരുന്നു. 89-ൽ അദ്ദേഹം BJPയിലെത്തിയ മന്ത്രിയായി. നിതീഷ് സർക്കാരിനെ വരെ ചില ഘട്ടങ്ങളിൽ അദ്ദേഹം ശക്തമായി വിറപ്പിച്ചിട്ടുണ്ട് എന്ന വിവാദങ്ങൾ ആ ഘട്ടത്തിൽ പുറത്തു വന്നിരുന്നു. അത് പല രാഷ്ട്രീയ സംഘടനകളിലും പ്രവർത്തിച്ചുകൊണ്ട് കുഴപ്പമില്ല. ഒരു പോസ്റ്റിലിരിക്കുമ്പോൾ ആ പോസ്റ്റിനെ എങ്ങനെ നോക്കി കാണണമെന്നാണ്. മുട്ടായി തിന്നാൻ പോകരുത് എന്നാണ് പറയുന്നത് അല്ലേ? പുതിയ കൊല്ലം പറഞ്ഞിട്ട് ഒരു ഗവർണർ നല്ല രീതിയിൽ ഒരു ഗവൺമെന്റിനെ നയിക്കാൻ ഒരു ഗവർണർക്ക് പറ്റിക്കഴിഞ്ഞിട്ടാൽ നല്ലത്. അതല്ലെങ്കിൽ ഗവർണർ ഇത്രേ ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കും. ഏതായാലും ശ്രീ ബാലചന്ദ്രൻ ഉത്തർപ്രദേശിലെ ബറേലിയിൽ നിന്ന് വിളിച്ചു. അത് വളരെയധികം സന്തോഷം. അവിടുത്തെ എല്ലാവരെയും ഞങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം, ആശംസകൾ അറിയിക്കണം. തങ്കച്ചൻ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ തങ്കച്ചൻ എവിടെ നിന്ന് വിളിക്കുന്നു? കോട്ടയം. ശ്രീ തങ്കച്ചൻ, കോട്ടയത്ത് ക്രിസ്മസ് ആഘോഷമൊക്കെ പൊടിപൂരമായി നടക്കുകയായിരിക്കും അല്ലേ?
അതെ അതെ അതെ. നമുക്ക് കിട്ടിയ ഒരു പുതിയ ക്രിസ്മസ് സമ്മാനമാണോ പുതിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ്? അതോ നമുക്ക് ഇത് സംസ്ഥാനത്ത് ഭരിക്കുന്ന മന്ത്രിസഭയ്ക്കാണ് ഒരു പുതിയ സമ്മാനം കിട്ടിയിരിക്കുന്നത്. നല്ല രീതിയിൽ അവർ യോജിച്ചു പോവോ? ഇല്ല, പോകത്തില്ല. കാരണം വെച്ചാൽ ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ ഒരു തന്റെ ഉള്ളൊരു ഗവർണർ അവരുടെ അധികാരം എന്താണെന്ന് ജനങ്ങളുടെ ചൂണ്ടിക്കാട്ടിയ ഒരു ഗവർണറാണ്. ഇതിൽ പൊതുവേദിയിൽ വിളിച്ച 2-3 പേർ ഇപ്പൊ പറഞ്ഞ ഇദ്ദേഹം മുട്ടായി തിന്നാൻ ഈ മുട്ടായി തെരുവിലേക്കും ഹലുവ തിന്നാൻ പോയി, അതെല്ലാം വലിയ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കുമായിരുന്നു, അദ്ദേഹം അങ്ങനെയൊന്നും ഒരു ഉത്തരവാദിത്തം എടുത്തില്ല എന്നൊക്കെയുള്ള തരത്തിൽ പോലും ആരോപണങ്ങൾ വന്നു. പക്ഷെ ഈ ഗവർണർക്ക് പല രാഷ്ട്രീയ പാർട്ടിയും പോയി അധികാരം എന്താണെന്ന് മനസ്സിലാക്കിയൊരു ഗവർണറാണ്. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്ന് മനസ്സുള്ളൊരു ഗവർണർ. വർഷങ്ങളായിട്ട് അധികാരത്തിരുന്ന ആളാണ് ഈ ഗവർണറായി വന്നപ്പോൾ. അതിനുശേഷമാണ് ഇപ്പൊ പുതിയൊരു ഗവർണർ വരുന്നതിന്റെ കാരണം വെച്ചാൽ 2026 ശേഷമായി ഇലക്ഷൻ നിയമസഭാ ഇലക്ഷൻ ശേഷമായിരുന്നെങ്കിൽ ഒരു ഗവർണർ വരാൻ നമുക്കറിയാം. ഇത് കേന്ദ്ര സർക്കാരും കേരള സർക്കാരും കൂടെ ഒത്തുകൊള്ളിയാണെന്നാണ് എന്റെ അഭിപ്രായം. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും കേരളത്തിൽ ഒരു പുതിയ ഗവർണർ വരികയാണ്. പലതവണയും വിവാദങ്ങളിൽ നിന്നിട്ടുള്ള ആളാണ് ഈ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് എന്ന കാര്യം നമുക്കറിയാം. അദ്ദേഹം ബീഹാറിൽ ചില സർവകലാശാല, പ്രത്യേകിച്ച് അംബേദ്കർ സർവകലാശാലയിൽ അവിടെ ചില ഉദ്യോഗസ്ഥരുടെ ശമ്പളം അവിടെ സർക്കാർ തടഞ്ഞു വെച്ച ഒരു ഘട്ടമുണ്ടായിരുന്നു. അവർക്കെതിരെ നടപടി വന്നപ്പോൾ ഗവർണർ അത് തള്ളിക്കളഞ്ഞുകൊണ്ട് സർക്കാരിനെതിരെ നിലപാട് സ്വീകരിച്ചു. അങ്ങനെ അദ്ദേഹം പല ഘട്ടങ്ങളിൽ വിദ്യാഭ്യാസ വകുപ്പിനെ ഓർമ്മിപ്പിച്ചു, സർവകലാശാലകൾ ഗവർണർക്ക് കീഴിലാണ്, അതിൽ ഇടപെടരുത് എന്ന്. നമ്മുടെ ഇവിടെ വരുമ്പോഴും സർവകലാശാലകളിലെ നിയമനങ്ങളും സർവകലാശാലകളുടെ നടത്തിപ്പിലുമൊക്കെ വലിയ തർക്കങ്ങൾ നിൽക്കുന്ന സംസ്ഥാനമാണ്. പുതിയ ഗവർണർ ഇതിൽ വളരെയധികം ശ്രദ്ധ പുലർത്തുന്ന ആളുമാണ്. നമുക്ക് അടുത്ത കോളർ ബിനോയ് കേൾക്കാമോ? കേൾക്കാം. പുതിയൊരു തർക്കത്തിലേക്കാണോ അതോ ഒരു പുതിയ സമാധാന ഭരണത്തിലേക്കാണോ പിണറായി വിജയന് പുതിയ ഗവർണർ നൽകാനിരിക്കുന്ന അവസരം? ആദ്യമായി മനുജിക്ക് ക്രിസ്മസ് ആശംസകൾ. താങ്കൾക്കും ഞങ്ങളുടെ ക്രിസ്മസ് ആശംസകൾ. ഈ ക്രിസ്മസ് ദിവസത്തിൽ നിങ്ങൾ ആക്റ്റീവായിട്ട് തന്നെ ഈ വിഷയങ്ങൾ എടുത്ത് ചർച്ച ചെയ്യുന്നത് സാമൂഹിക പ്രതിബദ്ധത തന്നെ ഉണ്ട് നിങ്ങൾക്ക് നല്ലതുപോലെ. നന്ദി. ഏതായാലും അതൊക്കെയാണ്, ഈ പിന്തുണയാണ് സത്യത്തിൽ ഞങ്ങളുടെ ഊർജവും ആവേശവും. തന്നെ. അപ്പോ ഇന്നത്തെ വിഷയവും കൊള്ളാം. അതിനകത്തൊരു ടൈറ്റില് ഗവർണറെ മാറ്റി പുതിയ ഗവർണർ വരുന്നെന്നുള്ളതിന്റെ ടൈറ്റിൽ മാറ്റിയിട്ട് BJP പ്രസിഡന്റിനെ മാറ്റിയിട്ട് പുതിയ BJP പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. മനസ്സിലായ? കാരണം ഈ ഗവർണർ നിങ്ങൾ പറഞ്ഞ കണക്ക് സർവകലാശാലയിലൊക്കെ ഇടപെട്ടിട്ടുണ്ടെങ്കിലും BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പ്രവർത്തിക്കുന്നതിനേക്കാളും കൂടുതൽ BJPക്ക് വേണ്ടി അത്രത്തോളം പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് ആരിഫ് ഖാൻ. അദ്ദേഹം നാമധേയം കൊണ്ട് ആരിഫ് ഖാൻ ആണെങ്കിലും ഇവിടുത്തെ ഉള്ള ന്യൂനപക്ഷങ്ങൾക്കും ഇവിടെയുള്ള എല്ലാവരെയും ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്ന ഈ ഗവൺമെന്റിനെ വെല്ലുവിളിച്ച്. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഗവർണർ നമ്മൾ കഴിഞ്ഞ തവണ നമുക്ക് ജസ്റ്റിസ് സദാശിവം ഉണ്ടായിരുന്നു, അദ്ദേഹമായിട്ട് നല്ല രീതിയിൽ പോയതാണ്. പക്ഷേ ഇതൊക്കെ തുടങ്ങുന്നത് എവിടുന്നാ? ഈ ഗവർണറെ ഒരു പരിപാടിക്ക് വിളിക്കുന്നു, കണ്ണൂർ സർവകലാശാലയിൽ വിളിക്കുന്നു, അവിടെ വിളിച്ചു വരുത്തി അദ്ദേഹത്തെ തുടങ്ങുന്നത്. അപ്പൊ തുടങ്ങി വെച്ചത് ആരാണ്? തുടങ്ങി വെച്ചതായാലും ഗവർണർ എന്ന് പറഞ്ഞൊരു പദവി രാഷ്ട്രീയക്കാരനായതുകൊണ്ടേ. അല്ല ഞാൻ ചോദിക്കുന്നത് ഗവർണർ എന്ന പദവിയെ അദ്ദേഹത്തിന്റെ LDCയെ അദ്ദേഹത്തിന്റെ LDCയുടെ ആംഗ്ലറ്റ് പിടിച്ചു പറിക്കുക, അദ്ദേഹത്തെ ഒരു വേദിയിൽ നിന്ന് ഉന്തിത്തള്ളി പുറത്താക്കുക, ആ നിലയിലേക്ക് അദ്ദേഹത്തെ സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കാൻ ആവശ്യപ്പെടുക, അതൊക്കെ അദ്ദേഹത്തിന്റെ പദവിയോട് ചെയ്യുന്ന അംഗീകാരമാണോ എന്ന് ചോദ്യം മറുവാദം ഉന്നയിക്കാൻ കേട്ടോ. അല്ല ഞാൻ ചോദിച്ചത്, ഈ കണ്ണൂർ സർവകലാശാലയിൽ നടന്ന സംഭവത്തിൽ ഗവർണർ പലതവണ പറഞ്ഞു അദ്ദേഹത്തോട് വളരെ മോശമായ രീതിയിലാണ് പ്രവർത്തനം ഉണ്ടായത് എന്ന്. അത് ഒരു ഗവർണറോട് ചെയ്യാൻ പാടുള്ളതായിരുന്നോ? അദ്ദേഹത്തെ ക്ഷണിച്ചു വരുത്തുക, ഒരു വേദിയിലിരുത്തുക, എന്നിട്ട് വളരെ മോശമായി ഇറക്കി വിടുക. അല്ല, അത് ജനാധിപത്യ വിരുദ്ധമാണ്. ആ ഒരു പ്രവണതയോട് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ ഗവർണർ, എന്റെ ഒരു ആക്ഷേപം എന്ന് പറഞ്ഞാൽ ഗവർണർ ഒരു BJP സംഘപരിവാറുകാരനെ പോലെയാണ് കേരളത്തിൽ പ്രവർത്തിച്ചിരുന്നത്. ഈ ഗവൺമെന്റിന് ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും ഒക്കെ എതിർത്തുകൊണ്ട് ഗവർണർ വിചാരിച്ചിരിക്കുന്നത് അദ്ദേഹം ഇപ്പോഴും BJP പ്രതിപക്ഷത്തിരിക്കുന്ന ഒരാളാണെന്നാണ് അദ്ദേഹം വിചാരിച്ചുകൊണ്ടിരുന്നത്. സുരേന്ദ്രനെയൊക്കെ അപ്രസക്തനാക്കി കളഞ്ഞല്ലേ?
അപ്രസക്തനായ സുരേന്ദ്രൻ എന്നല്ല, BJPയുടെ ഇപ്പൊ സുരേഷ് ഗോപിയെ പോലും അപ്രസക്തനാക്കിക്കൊണ്ടായിരുന്നു പുള്ളി പ്രവർത്തിച്ചത്. അതുകൊണ്ട് നിങ്ങളുടെ ടൈറ്റിൽ തന്നെ മാറ്റി BJPയുടെ ആരിഫ് ഖാൻ മാറിയിട്ട് അവസാനത്ത് പുതിയൊരാള് വരുന്നു എന്നുള്ളതാണ്. കാരണം അവർ ബഹുമാന്യനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ ഗവർണറെ അയക്കുമ്പോൾ പറഞ്ഞത് 5 സീറ്റെങ്കിലും പാർലമെന്റിൽ പിടിച്ചുകൊണ്ട് വരുവാനുള്ള വർക്കുമായിട്ട് വേണം ആരിഫ് ഖാൻ മുന്നോട്ട് പോകേണ്ടത്. അദ്ദേഹം മാക്സിമം പരിശ്രമിച്ചു BJPക്ക് വേണ്ടി 5 സീറ്റ് പിടിക്കാൻ വേണ്ടി മാക്സിമം പരിശ്രമിച്ചു. കാരണം അദ്ദേഹം പഴയ രാഷ്ട്രീയക്കാരനാണ്. ഞങ്ങളിൽ നിന്ന് കോൺഗ്രസിൽ നിന്ന് പണ്ട് പോയ ആളാ, അധികാരമോഹിയും കൂടിയാ. അപ്പൊ ഈ അധികാരമോഹി വന്ന് ഈ ഒന്ന് നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രിയെ ഒന്ന് തൃപ്തിപ്പെടുത്താൻ വേണ്ടി പല കാര്യങ്ങൾക്കും അനാവശ്യമായി ഇടപെട്ടു എന്നുള്ളതേ ഉള്ളൂ. അതിന് സംസ്ഥാന ഗവൺമെന്റും ഇവരും നല്ല കണക്ക് ഗവർണറെ ജോലി ചെയ്തില്ല. പക്ഷെ അദ്ദേഹം മീഡിയാസിൽ തിളങ്ങി നിന്നേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഞാനൊരു പൊതുപ്രവർത്തകനാണ്. എനിക്ക് കൃത്യമായി പറയാൻ പറ്റുന്നത് ഗവർണർ ഇത് അനാവശ്യമായ വിഷയങ്ങളിൽ ഇടപെട്ട് അനാവശ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരാളാണ്. അദ്ദേഹം BJPയെ കേരളത്തിൽ വളർത്തുവാൻ വേണ്ടി സർക്കാർ ശമ്പളത്തിൽ പ്രവർത്തിച്ചു ജോലി ചെയ്ത ആള്. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ജയകുമാർ നമുക്കൊപ്പം ചേരുന്നു തിരുവനന്തപുരത്ത് നിന്നാണ്. ജയകുമാറും ക്രിസ്മസ് ആഘോഷങ്ങൾക്കിടയിൽ പൊതുവേദി ഓർത്തു. വളരെയധികം സന്തോഷം. ഞങ്ങളുടെ സ്ഥിരം പ്രേക്ഷകനാണ്. ജയകുമാർ എങ്ങനെ കാണുന്നു പുതിയ ഗവർണറുടെ വരവിനെ? ഇനി ഈ പ്രശ്നങ്ങളൊക്കെ ഒത്തുതീർന്ന് ഒരു ഗവർണർ സർക്കാർ പോര് എന്ന് പറയത്തക്ക സാഹചര്യം ഇല്ലാതാകുമോ ശ്രീ ജയകുമാർ? നമസ്കാരം സാറേ. നമസ്കാരം. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്, മെറി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയറിനും കൂടി ഞാൻ മുൻകൂട്ടി പറയുകയാണ്. ആശംസകൾ. ഇന്നലെ നല്ല ഇതായിരുന്നു സാറേ. ഇന്നലെ നിങ്ങളുടെ പരിപാടിയൊക്കെ നല്ല രസമായിരുന്നു. ഞാൻ ഒരു കമന്റ് ഇട്ടിരുന്നു. ഞാൻ കണ്ടു സാറേ. പിന്നെ ഈ കേരളത്തിലൊരു ഗവർണർ അല്ല ഇവർ ഗവർണറിന്റെ അധികാരം എന്താണെന്നും എങ്ങനെ ആയിരിക്കണമെന്നും കാണിച്ചു കൊടുത്ത ഒരു മഹാനായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ. പകുതി കോടതിയും ഭരിച്ചു, പകുതി പുള്ളിയും ഭരിച്ചു. അങ്ങനെയാണ് നമ്മളെ സ്റ്റേറ്റിലെ ഭരണം അങ്ങോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഇദ്ദേഹം വളരെ മാന്യമായിട്ടാണ് ആദ്യം ഇവരോടൊക്കെ പെരുമാറിക്കൊണ്ടിരുന്നത്. അത്ര എല്ലാ പരിപാടിക്കും ഇവർ പറയുന്ന പോലെ ചെയ്തു. വീട്ടിൽ നിന്ന് പായസവും വെച്ചു കൊടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഡൽഹിയിൽ കൊടുത്ത് എല്ലാം നല്ല രീതിയിൽ അദ്ദേഹം ഇടപെട്ടുകൊണ്ടിരുന്നതാണ്. ബിന്ദുവും ബാലനും കൂടി ചേർന്ന് ലക്ഷ്മണരേഖ ചാടി കടക്കുമെന്നും പറഞ്ഞ് ഇദ്ദേഹത്തിന്റെ പുറത്തോട് ചാടി കടന്നപ്പോഴാണ് ഇദ്ദേഹം എന്തെങ്കിലുമൊക്കെ സ്ട്രിക്റ്റ് ആവാൻ തുടങ്ങിയത്. പക്ഷെ അദ്ദേഹത്തിന്റെ അധികാര പരിധി നിന്നോട്ട് മാത്രമല്ലേ സ്ട്രിക്റ്റ് ആയുള്ളൂ. അല്ലാതെ ഒരു തരത്തിലും മുമ്പോട്ട് പോകാൻ അദ്ദേഹത്തിന് പറ്റില്ലല്ലോ. അദ്ദേഹത്തിന്റെ അധികാരം എന്താണ് എന്നയാൾ കാണിച്ചു കൊടുത്തു. പിന്നെ പാവവും പുണ്യവും ഒക്കെ ഉള്ള ഒരു ഗവർണറായിരുന്നു. ഇവിടെ ഈ നടന്ന ബലാത്സംഗ കേസുകളും കൊലപാതകങ്ങളും അത്രയും ഇദ്ദേഹം ആ വീടുകളിൽ ചെന്ന് ആശ്വസിപ്പിച്ചു. അന്നൊന്നും അവിടെ രാഷ്ട്രീയം പറയാനൊന്നും പുള്ളി നിന്നില്ല, ആരെ കുറ്റപ്പെടുത്താനും നിന്നില്ല. അവരെ ചെന്ന് ആശ്വസിപ്പിച്ചു കൊണ്ട് പോന്നു. പിന്നെ മൊട്ടായി തെരുവിൽ മൊട്ടായി തിന്ന ക്രമസമാധാനം തകരുമെന്നാണെങ്കിൽ ഇദ്ദേഹത്തെ വഴി നടക്കാൻ സമ്മതിക്കാതെ DYFI ഗുണ്ടകള് തടഞ്ഞു നിർത്തി കാറിനെ ആക്രമിക്കുകയും ഇതൊക്കെ ചെയ്തു. അപ്പോഴും ഇവിടെ ക്രമസമാധാനമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ സർക്കാർ കണ്ണടച്ചു കൊടുക്കുകയില്ലായിരുന്നോ? ഇദ്ദേഹത്തിനടുത്ത് കയറി മേയാൻ വേണ്ടി നടക്കുകയല്ലേ? ഒരു കാര്യവും അദ്ദേഹത്തിന്റെ നടത്തില്ല. ഇവിടുത്തെ സഹാക്കന്മാരെയും മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഒരു അഭ്യാസവും നടന്നില്ല. ന്യായമായിട്ടുള്ള എല്ലാ കാര്യത്തിലും അദ്ദേഹം സഹകരിക്കും. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. സമുന്നയ എന്നൊരു പ്രേക്ഷകൻ നമുക്ക് ഒരു മെസ്സേജ് യൂട്യൂബിൽ അയക്കുന്നു. സമുന്നയ പറയുന്നത് അയ്യോ അച്ഛാ പോകല്ലേ എന്ന് പറയേണ്ട സാഹചര്യം വരും. ആരിഫ് എത്ര ഭേദമായിരുന്നു എന്ന് പറയുന്ന കാലം വിദൂരമല്ല എന്നതാണ്. അപ്പോൾ നമ്മൾ സാധാരണ മലയാളത്തിലൊരു ചൊല്ലുണ്ട്, ഈ കാതു കുത്തിയവൻ പോയപ്പോൾ കടുക്കനിട്ടവൻ വന്നു എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു അവസ്ഥയാകുമോ പിണറായി വിജയന് എന്നറിയില്ല. ഏതായാലും ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരുന്നു നല്ലത് എന്ന് പറയുന്നൊരു കാലം അത് വിദൂരമല്ല എന്ന് സമുന്നയ പറയുന്നു. മീര പറയുന്നു, ഇത് തിരുവഞ്ചൂർ എങ്ങനെ സഹിക്കും ഗവർണർ പോകുന്നത്? തിരുവഞ്ചൂരിന് വളരെ വേണ്ടപ്പെട്ട ആളായിരുന്നു ഗവർണർ എന്നാണ് മീരയുടെ ഒരു പരിഹാസം. ഏതായാലും തിരുവഞ്ചൂരും സഹിച്ചേ പറ്റൂ. ഗവർണർ പോവുകയാണ്, പുതിയ ഗവർണർ വരും. അദ്ദേഹം കേരളത്തിൽ കൂടുതൽ നല്ല പ്രവർത്തനങ്ങൾ നടത്തും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ജേക്കബ് വിളിക്കുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ്. ജേക്കബ്, ഈ ബാംഗ്ലൂരിലൊക്കെ വലിയ ക്രിസ്മസ് ആഘോഷം നടക്കുന്നതിൻ്റെ വിവരങ്ങൾ വരുന്നുണ്ട്. എന്നാൽ ആ തിരക്കിനിടയിൽ നിന്നും ബാംഗ്ലൂരിലിരുന്ന് പൊതുവേദിയെ ഓർത്തതിനും ക്രിസ്മസ് തിരക്കിനിടയിൽ ഞങ്ങൾക്കൊപ്പം സമയം ചെലവഴിക്കാൻ തയ്യാറായതിനും വളരെയധികം നന്ദി. ഒപ്പം ക്രിസ്മസ് ആശംസകളും. ശ്രീ ജേക്കബിന് കേൾക്കാമോ? വേറെ ഒരു കോളറാണ്. എന്റെ പേര് ജോസഫ് എന്നാ. ജോസഫ്. താങ്ക് യു. ഒരു ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നു. പക്ഷേ ഞാനൊരു ന്യൂസ് 18ന്റെ ഒരു സ്ഥിരം
കാഴ്ചക്കാരനാണ്. നിങ്ങളുടെ ഇത് പങ്കെടുക്കാൻ താല്പര്യമുള്ള ഒരാളുമാണ്. സന്തോഷം, അതറിഞ്ഞതിൽ സന്തോഷം. ഈ ഗവർണർ ഇപ്പോൾ പുതിയ ഗവർണർ വരികയാണ് കേരളത്തിലേക്ക്. ഇതൊക്കെ ബാംഗ്ലൂരിലെ മലയാളികൾ ചില ആൾക്കാർ വന്ന് നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന ചില സീനുകൾ കാണാറുണ്ട്. കണ്ണാടിയിൽ നോക്കിയിട്ട് മുഖമുഖൃതമാകുന്ന കണ്ണാടി കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? മാധ്യമങ്ങൾ ശരിയല്ല നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില ആൾക്കാരുണ്ട്. അതുകൊട്ടെ, നമ്മളെല്ലാ വിമർശനങ്ങളും ഏറ്റുവാങ്ങുക ശ്രീ ജോസഫ്. അവരും പറയട്ടെ, വിമർശിക്കുമ്പോഴും നമ്മൾക്ക് തിരുത്താനുണ്ടെങ്കിൽ തിരുത്താം, അല്ലാത്തതിനെ ശക്തമായി പ്രതിരോധിക്കാം, അങ്ങനെ പോകാം. അതാണല്ലോ ഒരു ജനാധിപത്യം. ഏതായാലും ഞാനിപ്പോ എനിക്ക് പറയാൻ ഉദ്ദേശിക്കാൻ മറ്റുള്ള കോളേഴ്സിൽ സമയം കളയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതിനു മുമ്പ് പ്രതികരിച്ച ജയകുമാർ പറഞ്ഞ പോയിന്റുകളൊക്കെ തന്നെയാണ് എനിക്കും പറയാനുള്ളത്. പിന്നെ ഈ ബില്ലുകൾ പിടിച്ചു വെച്ചതിനെ പറ്റി പറഞ്ഞല്ലോ, അതായത് ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് മിസ്യൂസ് ചെയ്ത് പണം അവർക്ക് വേണ്ടപ്പെട്ടവർക്കോ കൊടുത്ത കേസ് ലോകായുക്ത കോടതിയിൽ വിധി വന്നു കഴിഞ്ഞാല് അത് മുഖ്യമന്ത്രി തന്നെ വീണ്ടും റഫർ ചെയ്യണമെന്നുള്ള ഒരു ബില്ല് കൊണ്ടുവന്നു. അത് എന്തൊക്കെ നിയമമാണ്? അത് പുള്ളി പിടിച്ചു വെച്ചു എന്നുള്ളത് സത്യമാണ്. അങ്ങനെയുള്ള ഒരു ഗവർണറെയാണ് നമുക്ക് വേണ്ടത്. ഒരു മന്ത്രിസഭയുടെ തലവനാണ് ഗവർണർ. പിതാവ് മക്കളെ ശാസിക്കുന്നത് പോലെ ഈ മന്ത്രിസഭയെ നടത്തിക്കൊണ്ടു പോകാനുള്ള ഉത്തരവാദിത്വമുള്ള ആളാണ് ഗവർണർ. അപ്പൊ അദ്ദേഹം തെറ്റുകൾ കണ്ടാൽ ചൂണ്ടിക്കാണിക്കും. പക്ഷെ ഈ മാർക്സിസ്റ്റ് പാർട്ടിക്ക് അത് ദഹിക്കില്ല. അവര് പിടിച്ച മുയലിന് 3 കൊമ്പെന്നുള്ള നിലയിൽ അവര് ഇവിടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരായിട്ട് അദ്ദേഹം പ്രതികരിച്ചുകൊണ്ടിരുന്നു. എനിക്ക് വളരെ താല്പര്യപ്പെട്ട ഒരു ഗവർണറാണ് അദ്ദേഹം എന്ന് എനിക്ക് പറയാനുള്ളത്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഒരു ചെറിയ ഇടവേള അനിവാര്യമായതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് മടങ്ങിയെത്താം. മറ്റു പ്രേക്ഷകർ കാത്തു നിൽക്കുന്നുണ്ട്, അവരിലേക്കൊക്കെ വരിക ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഇന്നലെ പൊതുവേദി തുടരുകയാണ്. അടുത്ത പ്രേക്ഷക ശ്രീമതി ജയയാണ്, കൊല്ലത്തുനിന്ന്. ശ്രീമതി ജയ, ക്രിസ്മസ് ആഘോഷമൊക്കെ ഗംഭീരമായി നടന്നു, കേക്കൊക്കെ മുറിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, അല്ലേ? നമസ്കാരം. നമസ്കാരം. പുതിയ ഗവർണർ വരികയാണ്. മുറിച്ചു. ഇന്ന് ഹസ്ബൻഡിന്റെ ഒരു കൂട്ടുകാരൻ ഒരു കേക്ക് കൊണ്ട് തന്നു, അതിപ്പോ ഞങ്ങള് മുറിച്ച് കഴിച്ചോണ്ടിരിക്കുകയാണ്. ശരി, അതായാലും ആ സന്തോഷത്തിൽ ഞാനും പങ്കുചേരുകയാണ്. താങ്ക് യു മനു, ഓൾവേസ് വെൽക്കം. മനു, ഞാൻ വിഷയത്തിലോട്ട് പോട്ടെ. നമ്മുടെ ഗവർണർ നല്ല അടിപൊളി ഗവർണർ ആയിരുന്നു. ഇങ്ങനെ ഒരു ഗവർണറെ നമ്മൾ ഇതുവരെ കേരളത്തിൽ ഗവർണർ ഉണ്ടോ എന്ന് അറിയത്തില്ലായിരുന്നു. അപ്പൊ ഇദ്ദേഹം വന്നപ്പോ ഒരു നല്ല ഒരു ഇത് കിട്ടി, ഒരു എരിയും ചൂടും പുളിയും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ പുള്ളി പോയിട്ട് വരുന്നത് നമ്മുടെ ഈ പിണറായി വിജയന് തലവേദന ഉണ്ടാക്കുന്ന ഒരാളാണ് ഇനി വരുന്നത്. അദ്ദേഹം RSSുമായിട്ടൊക്കെ ബന്ധമുള്ള ആളാന്നൊക്കെ. ബന്ധമല്ല, ചെറുപ്പം തൊട്ടേ RSS സ്വയം സേവകനായി വളരുകയും പിന്നീട് BJPയിൽ എത്തുകയും ചെയ്ത, അവിടെ മുഖ്യമന്ത്രിയൊക്കെ ഗോവയിൽ ആകാം എന്ന് അല്ലെങ്കിൽ ആക്കും എന്നൊക്കെ കരുതിയിരുന്ന ഒരു കറകളഞ്ഞ RSS ബന്ധമുള്ള, RSS ബന്ധമല്ല RSS അടിത്തറയുള്ള നേതാവാണ്. അദ്ദേഹമാണ് വരുന്നത്. അപ്പം MP ഗോവിന്ദനും പിണറായി വിജയനും ഒക്കെ പണി കിട്ടാൻ വേണ്ടിയാന്ന് എന്റെ ഒരു തോന്നല് കേട്ടോ, അറിയില്ല. എനിവേ നല്ല രീതിയിൽ പോയാൽ നമുക്ക് കൊള്ളാം. പിന്നെ നമ്മള് ഇപ്പൊ ഇനി 1 വർഷവും കൂടെ ഒക്കെ അല്ലേ ഉള്ളു ഇവരുടെ ഭരണം. അപ്പോഴത്തേക്ക് അവര് മാറുമ്പോഴത്തേക്കും പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുമായിരിക്കും ഈ ഗവർണറുമായിട്ടൊന്ന് നമുക്കൊരു ശുഭാപ്തി വിശ്വാസം. ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. വളരെ നന്ദി. നിങ്ങളുടെ എല്ലാ സെലിബ്രേഷൻസും നല്ല രീതിയിൽ നടക്കട്ടെ. വളരെ നന്ദി ശ്രീമതി ജയ. ഷാജി വിളിക്കുന്നത് താമരക്കുളത്ത് നിന്നാണ്. താമരക്കുളം എന്ന് പറയുമ്പോൾ പല സ്ഥലങ്ങളിലും ഉള്ളൊരു പേരാണ് താമരക്കുളം. ഇപ്പൊ ഷാജി ഏത് ജില്ലയിൽ നിന്നാണ് വിളിക്കുന്നത്? ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര താമരക്കുളം, ആലപ്പുഴ. കാരണം ഈ താമര നമ്മുടെ കേരളത്തിൽ പലയിടത്തും ഉള്ളതുകൊണ്ട് താമരക്കുളങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ ആലപ്പുഴയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ഷാജി, ക്രിസ്മസ് ആഘോഷമൊക്കെ അവിടെ താമരയുള്ള കുളം ഉണ്ടായിരുന്നു അല്ലേ? ഇപ്പം ഇല്ല. അവിടെ കൂടുതൽ ഈ താമരക്കുളം ഉള്ളത് കൊണ്ട് BJPക്കാർ കൂടുതൽ ഉണ്ടെന്ന് തെറ്റിദ്ധരിക്കേണ്ടതുണ്ടോ? ഇല്ല ഇല്ല, BJPക്കാർ പിടിച്ചു കയറി വരുന്നുണ്ട്. BJP ആയാലും CPM ആയാലും കോൺഗ്രസ് ആയാലും ജനാധിപത്യം എന്ന് പറയുന്നത് ഒന്ന് ഉണ്ടാകണം നമ്മുടെ നാട്ടിൽ, അതാണ് പ്രധാനം. അപ്പൊ പുതിയ ഗവർണർ ഒരു പുതുവത്സര സമ്മാനമാകുമോ കേരളത്തിന്? പുതുവത്സര സമ്മാനമാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒരു പക്ഷേ ഈ സംസ്ഥാനം എരുതിയിൽ നിന്ന് വറജത്തിയിലോട്ട് വീഴുന്നതിന് തുല്യമായിരിക്കും. കാരണം ഇത്രയും
എഴുതിയത് മറന്നിട്ടില്ല. കാരണം ഇത്രയും ഒരു തരം താഴ്ന്ന ഒരു ഗവർണർ ജീവിതത്തിൽ, കാരണം ആരാധ്യരും ബഹുമാന്യരായ ഒരുപാട് ഗവർണർമാരുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. പക്ഷേ വേറെ ചില ആളുകൾ പറയുന്നത് ഈ ഗവർണർ വന്നപ്പോഴാണ് ഈ ഗവർണർക്ക് ചില അധികാരങ്ങളൊക്കെ ഉണ്ട് എന്ന് നാട്ടുകാർ അറിഞ്ഞതെന്ന് പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ട്. മാത്രമല്ല ഈ പിൻവാതിൽ നിയമനമൊക്കെ പലയിടത്തും നടത്താൻ നോക്കിയെന്ന് വലിയ ആക്ഷേപം സർവകലാശാലകളിലുണ്ട്. അല്ല, നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ഇദ്ദേഹത്തിന്റെ ആ ഇത്. കാരണം എവിടെയെങ്കിലും റോഡിൽ നിന്ന് പിള്ളേരെ അല്ലെങ്കിൽ സമരം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇറങ്ങി അവരെ വെല്ലുവിളിക്കുക, കയറി വാടാ, അടിക്കുക, അവിടെ പിടിക്കുക. ഏതെങ്കിലും ഗവർണർമാർ ഇന്നേ വരെ അങ്ങനെ ഏതെങ്കിലും രാജ്യത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട്? അല്ല, പക്ഷെ ഗവർണർ ആരോപിക്കുന്നത് എന്താന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഇങ്ങനെ വരുന്ന വഴി പറഞ്ഞു കൊടുത്ത് അവിടെ കാത്തു നിൽപ്പിച്ച് ഇങ്ങനെ ചെയ്യുന്നു, അതിൽ സർക്കാരാണെന്ന് അദ്ദേഹം ആക്ഷേപിക്കുന്നു. അത് അദ്ദേഹത്തിന് തെറ്റ് തന്നെ. കാരണം അദ്ദേഹം എന്ന് പറഞ്ഞാൽ പിന്നെ RSSന്റെ അല്ലെ BJPയുടെ ബി ടീമാണല്ലോ. കാരണം അദ്ദേഹം അദ്ദേഹം അവസരോചിതമായി അവസരവാദപരമായി ഏതെല്ലാം പാർട്ടി അടുത്ത കോൺഗ്രസ്. ആരിഫ് മുഹമ്മദ് ഖാന്റെ ഈ യാത്രയയപ്പ് വർണ്ണാഭമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിൽ ഒരു കാര്യം, നിലവിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പുതിയ ഒരു ഗവർണർ എന്ന് പറയുമ്പോൾ കേരളം വലിയ പ്രതീക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത്. കേരളത്തിൻ്റെ പുതിയ ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് എത്തുമ്പോൾ അത് വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കും എന്ന് പ്രതീക്ഷിക്കുന്നവർ ഉണ്ട്. ബീഹാറിൽ വലിയ ശക്തമായ പ്രവർത്തനം അദ്ദേഹം കാഴ്ചവെച്ചിരുന്നു. അവിടെ ചില ഘട്ടങ്ങളിലൊക്കെ സർക്കാരുമായി ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ അദ്ദേഹം വിവാദങ്ങളിൽ കുടുങ്ങുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം സമാധാനത്തിലൂന്നിയുള്ള ഒരു പോരാട്ടം മാത്രമായിരുന്നില്ല, ഒപ്പം അത് കുറെ കൂടി സായുധ കലാപവുമായിരുന്നു എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. കുട്ടനാട് നിന്ന് ഷാജി നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ഷാജിക്ക് ഗവർണർ പോകുന്നതിൽ വിഷമമുണ്ടോ അതോ സന്തോഷമാണോ? വിഷമത്തിലല്ല, ആരിഫ് മുഹമ്മദ് ഖാനെ സംബന്ധിച്ചോളം പുള്ളി ധീരനായ ഒരു ഗവർണറെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. ഹലോ, കാരണം സംസ്ഥാന ഗവൺമെന്റിന്റെ അനധികൃത നിയമനത്തെയും അതുപോലെ തന്നെ എന്തോ ടെലിഫോണിൽ എന്തോ പ്രശ്നം പറ്റിയിരിക്കുന്നു. ഏതായാലും ജയകുമാർ എഴുതുന്നു, അദ്ദേഹം ആകെ ചെയ്ത തെറ്റ് പിണറായിയുടെ പിൻവാതിൽ നിയമനവും സഖാക്കന്മാരുടെ കുടുംബത്തിന് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അകമഴിഞ്ഞ സംഭാവനയും ആണ് എതിർത്തത്. അത് ജനങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്തത് എന്ന് പറയുന്നു ജയകുമാർ. ഈ പിൻവാതിൽ നിയമനം പലതും ഗവർണർ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അതിൽ സംബന്ധിച്ച് വലിയ വിവാദം ഉയരുകയും അത് പിന്നീട് ആ നിലയ്ക്ക് മുന്നോട്ട് പോവുകയും ചെയ്തു. ഏതായാലും അതിനപ്പുറത്തേക്ക് ഇതിൽ എന്തെങ്കിലും ഇല്ല എന്ന് പറയുകയാണ് ശ്രീ ജയകുമാർ. അതോടൊപ്പം കേരളത്തിൻ്റെ 23ാമത്തെ ഗവർണർ ആയി വരികയാണ് രാജേന്ദ്ര അർലേക്കർ. അത് ബഷീർ എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ബഷീർ മേത്തർ പൊതുവേദിയിലേക്ക് വിളിച്ചിട്ട് ഏതാണ്ട് ഒരു മാസമായോ? രേണുക എന്നൊരു പ്രേക്ഷക കൂടി നമുക്കൊപ്പം ചേരുന്നു. ശ്രീമതി രേണുക ദേവി, കേൾക്കാമോ? ഹലോ, കേൾക്കാം. ഹലോ, ആലപ്പുഴയിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ? ഹാപ്പി ക്രിസ്മസ്. ആലപ്പുഴയിൽ നിന്നാണോ വിളിക്കുന്നത്? അതെ, ആലപ്പുഴ ജില്ല. നല്ല ഒരു ഗവർണർ ആയിരുന്നു. കാര്യം നമ്മുടെ പിണറായി സാറിനും ഒരു സപ്പോർട്ടൊക്കെ കൊടുക്കുന്ന ആളായിരുന്നു. ഒരു ഭരണം ഉണ്ടെന്നറിയാമായിരുന്നു. ഇനി വരുന്ന ഗവർണർ ആയിരിക്കണം. പിണറായി വിജയന് സപ്പോർട്ട് ചെയ്തിട്ടില്ല അങ്ങനെയല്ല, ഭരണം ഉണ്ടെന്ന് അറിയാൻ പറ്റും. കാര്യം ഞങ്ങൾക്ക് ഗവർണർ ഉള്ളത് കാരണം കുറച്ച് കാര്യങ്ങളൊക്കെ പുള്ളി തടഞ്ഞു നിൽക്കുന്നത് കൊണ്ടൊക്കെ കുറച്ച് നല്ല രീതിയിൽ ഭരിക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. ശരി. അപ്പൊ ശ്രീമതി രേണുകാദേവി പറയുന്നത് ഗവർണർ തടയേണ്ട കാര്യങ്ങളായിരുന്നു എന്നാണ് അല്ലേ? തടയേണ്ട കാര്യങ്ങളായിരുന്നു. സർവകലാശാലയിലൊക്കെ ശരിക്കും രാഷ്ട്രീയം പാടില്ലാത്തത് തന്നെയാണ്. അതൊക്കെ ശരിക്കും പുള്ളി തടഞ്ഞിട്ടുണ്ട്. നല്ലൊരു ഗവർണർ തന്നെ ആയിരുന്നു. ഇനി വരുന്ന ഗവർണറും അങ്ങനെ തന്നെ പ്രവർത്തിക്കണം. നമ്മുടെ നാടിന് വേണ്ടി നമുക്ക് വേണ്ടിയും പ്രവർത്തിക്കുന്ന ഒരു നല്ല ഗവർണർ വരട്ടെ എന്ന് ആശംസിക്കാം. ഏതായാലും സന്തോഷം. ക്രിസ്മസ് ആഘോഷമൊക്കെ പൊടിപൂരമാകട്ടെ. വളരെ നന്ദി വിളിച്ചതിനും അഭിപ്രായം പങ്കുവച്ചതിനും. ജോസഫ് വിളിക്കുന്നത് എറണാകുളത്ത് നിന്നാണ് അല്ലേ ശ്രീ ജോസഫ്? അതെ, കൊച്ചിയിൽ നിന്നാണ്. ഫോർട്ട് കൊച്ചിയിൽ നിന്നാണ്. ഹാപ്പി ക്രിസ്മസ്. ഫോർട്ട് കൊച്ചിയിലൊക്കെ
ക്രിസ്മസ് ആഘോഷം പൂരമായി നടക്കുകയായിരിക്കും. ഒരാഴ്ച മുമ്പ് തുടങ്ങി സാറേ, ഒരാഴ്ച മുമ്പ് തുടങ്ങി. ആഹാ, കൊള്ളാലോ. വലിയ സംഘമായിട്ടുള്ള ആഘോഷമാണ് അല്ലേ? അതെ അതെ അതെ. എല്ലാവരെയും പൊതുവേദിയുടെ ആശംസകൾ അറിയിക്കണം, ന്യൂസ് 18 ആശംസകൾ അറിയിക്കണം. നിങ്ങളുടെ സന്തോഷത്തിൽ ഞങ്ങളും ഇവിടെ നിന്നുകൊണ്ട് പങ്കെടുക്കുകയാണ്. അതെ സാറേ, എനിക്ക് ഈ വിഷയത്തിൽ ഹലോ കേൾക്കാം, പറയൂ സാറേ. എനിക്ക് ഈ വിഷയത്തിൽ സംസാരിക്കാനുള്ളത്, ഈ മഹാഭാരതത്തിലെ നമ്മുടെ ഈ ഭാരതത്തിലെ ഫെഡറൽ സംവിധാനത്തിലുള്ള ഒരു സ്റ്റേറ്റ് ആണ് കേരളം. കേരളത്തിലെ ഏത് ഗവൺമെന്റ് വന്നാലും ഗവർണർമാരുടെ നിർദ്ദേശവും ഉപദേശവും അനുസരിക്കുക എന്നുള്ളത് ഒരു ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തത്തിൽ വരുന്ന ഒരു ഭാഗമാണ്. നിയമപരമായി അനുസരിച്ചില്ല എന്ന് വരുമ്പോൾ ആണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോർവിളി വരുന്നത്. ആരിഫ് ഖാൻ തങ്കുറ്റവും തന്റെയുമുള്ള ഒരു ഗവർണറായി നമ്മുടെ മുമ്പിൽ അവതരിച്ചപ്പോൾ കേരളീയർക്കും മലയാളികൾക്കും അഭിമാനമായി മാറി. അത് വരുന്ന ഗവർണർക്ക് ഒരു മാതൃകയാണ് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. നമ്മൾ കാത്തിരുന്നതാണ് ഇനിയുള്ള ദിവസങ്ങൾ. ഹാപ്പി ന്യൂ ഇയർ. യെസ്, ഹാപ്പി ന്യൂ ഇയർ ആൻഡ് മെറി ക്രിസ്മസ് ശ്രീ ജോസഫ്. ആൻഡ് ജോസഫിന്റെ എല്ലാ കൂട്ടുകാർക്കും ഞാൻ ആശംസകൾ നേരുകയാണ്. സുനിൽ ദത്ത് നമുക്ക് ഇപ്പം ചേരുന്നത് ആലപ്പുഴയിൽ നിന്നാണ് അല്ലേ ശ്രീ സുനിൽ ദത്ത്? അതെ, സുനിൽ ദത്ത് കേൾക്കാമോ? കേൾക്കാം. ശ്രീ സുനിൽ ദത്തിന്റെ ക്രിസ്മസ് ആഘോഷമൊക്കെ ഏതുവരെയായി? ക്രിസ്മസ് ആഘോഷമൊക്കെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നടക്കുന്നു. ഹാപ്പി ആയിട്ട് പോവുകയാണ് അല്ലേ? ഹാപ്പി ആയിട്ട് പോവാണ്. നമ്മുടെ പുതിയ ഗവർണർ വന്ന കാര്യമൊക്കെ വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. 23ാമത്തെ ഗവർണറായി വരികയാണ്. പുതിയ ഗവർണറുടെ നിയമനത്തെ കുറിച്ച് പറയാനുള്ളത്, ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു 10 വർഷം അല്ലെങ്കിൽ ഒരു 14 വർഷം മുമ്പാണ് RSSലേക്ക് ചേക്കേറിയത് കോൺഗ്രസിൽ നിന്ന്. ഇപ്പോൾ വരുന്ന പുതിയ ഗവർണർ 14 വയസ്സിലെ RSSകാരനാണ്. 14 വയസ്സിലെ RSSകാരനായിരുന്നു. അതുകൊണ്ട് പിണറായിയുമായിട്ടുള്ള സംഘടന തുടരുമെന്നാണ് കരുതുന്നത്. ഒരു കാര്യം പറയാനുള്ളത്, ഗവർണർ ആയാലും മുഖ്യമന്ത്രി ആയാലും ഭരണഘടന അനുസൃതമായി മാത്രം പ്രവർത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഗവർണർക്ക് ഗവർണറുടേതായ അഭിപ്രായങ്ങളും അധികാരങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും ഭരണഘടനാപരമായ അഭിപ്രായങ്ങളും സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളുമുണ്ട്. ഇത് രണ്ടും ഹനിക്കപ്പെടാതെ പരസ്പര പൂരകങ്ങളായിട്ട് പോയാൽ നമ്മുടെ നാടിന് സുന്ദരമായ ഒരു ഭരണ സംവിധാനം നിലനിർത്താനാകും. ഇല്ല, രണ്ടു കൂട്ടരും രാഷ്ട്രീയപരമായാണ് കാണുന്നതെങ്കിൽ നേരത്തെ നടന്നതുപോലുള്ള കൊടുക്കൽ വാങ്ങൽ പരിപാടികൾ വീണ്ടും തുടരുമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. നാട് നീള കരിങ്കുടിയൊക്കെ വീണ്ടും പ്രതീക്ഷിക്കാം, മര്യാദയ്ക്ക് പോയില്ലെങ്കിൽ. തീർച്ചയായിട്ടും ആരിഫ് മുഹമ്മദ് ഖാനേക്കാൾ വലിയ RSSകാരനാണ് ഇപ്പോൾ വരുന്ന ഗവർണർ. യെസ്, വ്യക്തമാണ്. താങ്കളുടെ അഭിപ്രായം കൃത്യമാണ്. സജീവ് വിളിക്കുന്നത് ഇടുക്കിയിൽ നിന്നാണ്. ശ്രീ സജീവ്. മനോജി നമസ്കാരം. ശ്രീ സജീവിന് കേൾക്കാമോ? നമസ്കാരം മനോജി. നമസ്കാരം. സജീവ്, കുറെ ആയല്ലോ ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ടല്ലേ? ഞാൻ ഒരുപാട് ദിവസമായിട്ട് നിങ്ങളെ ഒന്ന് വിളിക്കണം ഓർത്ത് ഇപ്പോഴാ കിട്ടിയത്. കുറെ ദിവസമായി ഓർത്ത്, പക്ഷേ വിളിച്ചില്ല എന്നാണോ? വിളിച്ചിട്ട് കിട്ടിയില്ല? അതെ, വളരെ 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 നിങ്ങളുടെ ചാനൽ ഞാൻ വളരെ സ്നേഹിക്കുന്നു. കാരണം എന്നറിയാം, നിഷ്പക്ഷമായിട്ട് നീങ്ങുന്ന ഒരു ചാനലാണ് നിങ്ങൾ. നല്ല ഏതൊരു നല്ല ഇതുണ്ടെങ്കിൽ നിങ്ങളെ എടുത്ത് കാണിക്കുന്നു. അതിൽ ഭയങ്കര പ്ലസ് ആയിട്ട് ഞങ്ങൾ കാണുന്നു. വളരെ സന്തോഷം ശ്രീ സജീവ്. അതെ സാറേ, പുതിയ ഗവർണറെയൊക്കെ സജീവ് എങ്ങനെയാണ് കണക്കാക്കുന്നത്? തീർച്ചയായിട്ടും രാഷ്ട്രീയം നോക്കരുത് സാറേ. ഇതിനകത്തൊന്നും ഗവർണർ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയം നോക്കാതെ നിഷ്പക്ഷമായിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യുന്ന ഒരാളായിരിക്കണം എല്ലാ കാര്യത്തിലും. അതിപ്പോ ഒരു പാർട്ടിയോ അല്ലെ രാഷ്ട്രീയോ ഒന്നും നോക്കരുത്. ഓരോരുത്തർക്കും മുഹമ്മദ് ഖാൻ പോകുമ്പോൾ ശ്രീ സജീവിന് വിഷമമാണോ, അതോ ഇത് ഗവർണർ പുതിയ ആൾ വരട്ടെ എന്ന നിലപാടാണോ? ഇല്ല, അങ്ങനെയല്ല, തീർച്ചയായിട്ടും വിഷമമാണ്. വേറൊന്നും കൊണ്ടല്ല, ഒരു നല്ലൊരു കാഴ്ചപ്പാടുള്ള ഒരു ഗവർണറായിരുന്നു. ഞാൻ നേരത്തെ രാഷ്ട്രീയം പറയുന്നില്ല സാറേ, രാഷ്ട്രീയമല്ല പറയുന്നത്. ഒരു നല്ല കാഴ്ചപ്പാടുണ്ടായിരുന്നു. തെറ്റുകൾ കണ്ടാൽ ഉടനെ ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു മനസ്സുണ്ടായിരുന്നു. അങ്ങനെയുള്ള നല്ലൊരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു. ഞാനൊരു രാഷ്ട്രീയം വെച്ച് പറയുന്നതല്ല സാറേ. അങ്ങനെ എനിക്ക് നല്ല ഫീലിംഗ്, നല്ല സൂപ്പർ, നല്ലൊരു ഇതായിരുന്നു. നല്ല ഒരു ഗവർണർ നമുക്ക് വർഷങ്ങളായിട്ട് കിട്ടിയ ഒരു നല്ല ഗവർണർ ഉണ്ടെങ്കിൽ ഈ ഗവർണറെ നമ്മൾ ചൂണ്ടിക്കാണിക്കാൻ ഒരു പ്ലസ് ആയിട്ട്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. രാജൻ കൊല്ലമുണ്ട്. തോമസ് ജോർജ് ഉണ്ടോ? തോമസ് ജോർജ്. ശ്രീ തോമസ്, ഞാൻ രാജനിലേക്ക് വരാം. ശ്രീ രാജൻ, താങ്കൾ നമ്മളെ പൊതുവേദിയുടെ സ്ഥിരം പ്രേക്ഷകനാണ്. 2 മിനിറ്റ് ഒന്ന് കാത്തു നിൽക്കണം. തോമസ് ജോർജ് ഒരു അഭിപ്രായം പറഞ്ഞോട്ടെ. അദ്ദേഹം ക്രിസ്മസിന്റെ ഒക്കെ തിരക്കിലാണെന്ന് തോന്നുന്നു അല്ലേ? കേക്കൊക്കെ മുറിച്ചോ?
ഉണ്ടായിരുന്നോണ്ട് പറയാം. ഗവർണറും കേരള സർക്കാരും തമ്മിലുള്ള പ്രശ്നം തുടങ്ങിയത് കണ്ണൂര് വൈസ് ചാൻസലറെ പുനർനിയമനം നടത്തുമ്പോൾ തൊട്ടാണ്. ആ പുനർനിയമനം ഗവർണർ വകവെച്ചു കൊടുത്തപ്പോൾ ഗവർണറും എന്തെങ്കിലും കേരള സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം നമ്മുടെ പ്രസിഡന്റ് ആയിരുന്ന അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞു. ആ നിർദ്ദേശം അവർ തള്ളിയപ്പോഴാണ് ഈ പ്രശ്നം തുടങ്ങിയ. അതോടുകൂടിയാണ്. അല്ലാണ്ട് ഇവർ തമ്മിൽ യഥാർത്ഥത്തിൽ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റിൽ രാഷ്ട്രീയ തർക്കമല്ല, ഡോക്ടറേറ്റ് കിട്ടാത്ത തർക്കമാണെന്നാണോ? ഡോക്ടറേറ്റ് കൊടുത്തിരുന്നെങ്കിൽ അന്ന് അദ്ദേഹത്തിന് ചാൻസ് കിട്ടിയാനെ. കാരണം ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് ഒഴിവുള്ള സമയത്താണ് അദ്ദേഹം ഈ നിർദ്ദേശം പറഞ്ഞത്. അല്ലാണ്ട് ഗവർണർ അത്ര ഭംഗിയായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളൊന്നും അല്ല. പുള്ളിക്ക് ചോദിച്ചപ്പോൾ അത് കിട്ടിയില്ല. കിട്ടാത്തപ്പം പുള്ളി പിന്നെ പണി തുടങ്ങിയെന്ന് പറഞ്ഞാൽ നമുക്കറിയാം അദ്ദേഹം കേരളത്തെ അത്ര കൂടുതലായിട്ട് സ്നേഹിച്ചില്ല. കാരണം ഈ അവസാനം 5 ലക്ഷം രൂപ വാങ്ങിച്ചാണ് ക്രിസ്മസ് ആഘോഷം നടത്തിയത്. ഓരോന്നിനും അദ്ദേഹം വാങ്ങിക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ മാർക്സിസ്റ്റ് രാഷ്ട്രീയത്തെ അതേ ആയുധം കൊണ്ട് തന്നെ ആരിഫ് ഖാൻ തയ്യാറായി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. വ്യക്തമാണ്. ശ്രീ രാജൻ എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രാജൻ, ദയവായി ക്ഷമിക്കണം. ശ്രീ രാജൻ നമുക്ക് വളരെ സ്ഥിരം പ്രേക്ഷകരായതുകൊണ്ടും ഒരല്പം സ്വാതന്ത്ര്യം എടുക്കാം എന്നുള്ളതുകൊണ്ടും കൂടിയാണ് ഞാൻ അടുത്ത ശ്രീ അങ്ങയിലേക്ക് വരാം എന്ന് പറഞ്ഞത്. ക്രിസ്മസ് ആഘോഷമൊക്കെ പൊളിക്കുകയാണ്. കുറച്ചു നേരം ദീർഘമായി സംസാരിക്കാമെന്ന് വിചാരിച്ചു. അല്ല, ഞാൻ NSS നായരാ. ഞാൻ എങ്ങനെ ക്രിസ്മസ് ആഘോഷിക്കുക? എന്നാലും ആഘോഷിക്കുന്നുണ്ട് ഞങ്ങള്. നായർക്ക് ക്രിസ്മസ് ആഘോഷിച്ചുകൂടാ എന്ന് ഒരു നായർക്ക് ക്രിസ്മസ് ആഘോഷിക്കണം. നമ്മുടെ ലോകത്ത് സ്നേഹത്തിന്റെ, സമാധാനത്തിന്റെ, പ്രത്യാശയുടെ കിരണം പിറന്ന ഒരു ദിനമായാണ് നമ്മൾ ഈ ക്രിസ്മസ് രാത്രിയെ കാണുന്നത്. അപ്പോൾ അത് ഏറ്റവും നായന്മാർക്കൊക്കെ നല്ല രീതിയിൽ ആഘോഷിക്കാം. ശ്രീ രാജന് വേണമെങ്കിൽ അത് മന്നൻ ജയന്തി ആഘോഷിക്കാം. അതെല്ലാവർക്കും ആഘോഷിക്കാം. ഞങ്ങള് എല്ലാരും കൂടെ ഒന്ന് ആഘോഷിക്കുന്നുണ്ട്. അത് പോട്ടെ. പിന്നെ ഞാൻ ഇന്ന് പറയാൻ വന്നത് എന്താന്ന് ചോദിച്ചാല്, ഞങ്ങളുടെ അഭിപ്രായമാണ് സാറെ പറയുന്നത്. സാറ് അത് പ്രത്യേകം മനു അത് പ്രത്യേകം നോട്ട് ചെയ്യണം. ഞങ്ങളുടെ അഭിപ്രായം പറയുന്നത്, അത് വേറൊരാൾ അതിനെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല. ഇപ്പൊ അന്ന് ഒരാള് ശശിധരനോ ആരാണ്ട് പറഞ്ഞു ഞാൻ എപ്പോഴും എതിരാണ് പറയുന്നത്, അതാണ് ഇതാണെന്നൊക്കെ പറയുന്നത് തെറ്റാണ്. അയാൾക്ക് അങ്ങേരുടെ അഭിപ്രായം പറയാം. അതുപോലെ ആ തിരുവനന്തപുരത്തെ ദീപുവിനെ ഒരാൾ പറഞ്ഞു എന്തെന്നാ ചെഗുവേരയുടെ അളിയൻ തിരുവനന്തപുരത്തുണ്ടെന്ന്. അതൊക്കെ വളരെ തെറ്റല്ലേ സാർ? എന്ത് കാര്യത്തിന് അങ്ങനൊക്കെ പറയുന്നത്? അങ്ങനെ അഭിപ്രായം പറഞ്ഞിട്ട് പോയിക്കൂടെ? അതുപോലെ തന്നെ ആ സുരേന്ദ്രനെ വിളിച്ച് അന്ന് അവഹേളിച്ചു വിട്ടു. എന്തോന്നാ പക്വതയില്ലാത്ത രാഹുൽ എന്ന് പറഞ്ഞാൽ തെറ്റല്ല. കാരണം കെ സുധാകരൻ പറയുന്നത് ഞാൻ കേട്ടതാണ്. എന്നിട്ട് അത് പറഞ്ഞില്ല എന്നും പറഞ്ഞ അടി ബഹളം ആ സുരേന്ദ്രനെ നാണം കെടുത്തി വിട്ടു. ഇങ്ങനെയൊക്കെയുള്ള ഇപ്പൊ എന്നെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. അത് പോട്ടെ. ഇനിയിപ്പോ ഇന്നത്തെ വിഷയത്തെ കുറിച്ച് പറയാം. ഏതായാലും അതൊന്നും ശരിയായ രീതിയല്ല എന്ന് ഞാൻ അപ്പൊ തന്നെ പറഞ്ഞു. മാത്രമല്ല അങ്ങ് ഈ പൊതുവേദിയുടെ വളരെ വേണ്ടപ്പെട്ടയാളാണെന്ന് ഞാൻ പറഞ്ഞു. ആ കാര്യം ശ്രദ്ധിച്ചോ? ശ്രദ്ധിച്ചു. അതിന് പ്രത്യേകം താങ്ക്സ്. ഞാൻ ഒരു കേക്ക് അയച്ചു തരുന്നുണ്ട് ന്യൂസ് എഡിഷനിലേക്ക്. കേക്കില്ലെങ്കിൽ അത് പറഞ്ഞല്ലോ, ആ സ്നേഹമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം. എന്നിട്ട് കേട്ടോളൂ, ഇത്രയും നല്ലൊരു ഗവർണർ, നല്ലവനും നീതിവാനും നല്ല ദൈവഭക്തനുമായ 5 നേരം പ്രാർത്ഥിക്കുന്ന സ്ത്രീകളെ കിട്ടാൻ നോക്കാത്ത ഒരു നല്ലൊരു ഗവർണർ നമുക്ക് ഇനി കിട്ടാനില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ, അടുത്ത പ്രാവശ്യം ഏതായാലും UDF ഭരിക്കാൻ കയറുന്നത്. അപ്പൊ അന്നേരം ഈ പുള്ളിയെ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളതാണ് എന്റെ പ്രാർത്ഥന. ഞങ്ങൾ കൊല്ലത്തുള്ള 100 പേര് കൂടി അമിത്ഷായ്ക്ക് ലെറ്റർ എഴുതുന്നുണ്ട്, ഈ പുള്ളിയെ തിരിച്ചു കൊണ്ടുവരണം കോൺഗ്രസിന്റെ ഭരണകാലത്ത്. അതുകൊണ്ട് ഞാൻ അതിനുവേണ്ടി എന്ത് വില കൊടുത്തും അത് തിരിച്ച് ഇയാളെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള നോട്ടത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. കാരണം ഞാൻ ഒരു സമയത്ത് ഞാൻ ഓർത്തുപോയി, ഇങ്ങേർക്ക് 3 രൂപ അങ്ങോട്ടം കൊടുത്ത് ചിലപ്പോ കോൺഗ്രസ് ചേർക്കുമോ എന്ന് ഞാൻ ഓർത്തു പോയതായിരുന്നു. അതുപോലെ കോൺഗ്രസുകാർക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു മനുഷ്യനാണ്. അപ്പൊ അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഭരിക്കാൻ കയറുമ്പോൾ ഈ ആള് ഗവർണറായിട്ട് നമ്മുടെ കേരളത്തിൽ വരണേ എന്നുള്ളതാണ് എന്റെ പ്രാർത്ഥന. എന്റെ പ്രാർത്ഥന കേൾക്കും ഞാൻ ചക്കുളത്തുകാവ് ദേവിക്ക് നേർന്നിട്ടുണ്ട്. ചക്കുളത്തുകാവ് ദേവിയുടെ ഒരു അല്ലെങ്കിൽ ഭക്തനാണോ ശ്രീ രാജൻ? അല്ല, ഞങ്ങളുടെ അടുത്തുള്ളതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. വ്യക്തമാണ് അഭിപ്രായം. ഏതായാലും ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് ശ്രീ രാജനും തയ്യാറാകുന്നു എന്ന് മനസ്സിലാക്കാം. രഞ്ജൻ തൊടുവള്ളി എന്നൊരു പ്രേക്ഷകൻ പറയുന്നു, ഇവിടെ കേരളത്തിലൊരു രാഷ്ട്രപതി ഭരണത്തിനുള്ള സാധ്യതയുണ്ടെന്നാണ് രഞ്ജൻ പറയുന്നത്. മറ്റൊരു പ്രേക്ഷകൻ
ഗവർണർ പോകുന്നതിൽ 30 ദിവസത്തെ ദുഃഖാചരണം നടത്താൻ തീരുമാനിച്ചു. പൂജാരിക്കുള്ളത് കാളി കൊണ്ടുപോയാൽ ശരിയാകില്ലല്ലോ എന്ന് പരിഹസത്തോടെ പറയുന്നു. എന്താണ് മലയാളം എന്നൊരു പ്രേക്ഷകൻ എനിക്ക് അഭിവാദ്യം അർപ്പിച്ചിട്ടുണ്ട്. മലയാളത്തിനും എൻ്റെ അഭിവാദ്യങ്ങൾ. ഹാപ്പി ക്രിസ്മസ്, പിന്നെ ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസ്. ദീപു തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ശ്രീ ദീപു, ആരിഫ് മുഹമ്മദ് ഖാൻ പോകുമ്പോൾ വരുന്നത് രാജേന്ദ്ര വിശ്വനാഥാണ്. വലിയ പ്രതീക്ഷയിൽ ഇരിക്കേണ്ട കാര്യമുണ്ടോ കേരള സർക്കാരിന്? അല്ല, ഏതെങ്കിലും ഒരു ഗവർണർ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് ഏതൊരാൾ വന്നാലും അയാൾ അവിടെ ഇരിക്കും. അതിനനുസരിച്ചുള്ള പ്രവർത്തനം സർക്കാരിൽ നിന്നുണ്ടാവും. അതേത് സർക്കാർ, കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും BJP ആയാലും അവർ പ്രവർത്തിക്കും. ഈ ഗവർണറെ കൊണ്ടിരുത്തുന്നത് എന്തിനാണെന്ന് നമ്മുടെ കേരളത്തിൽ മാത്രമല്ലല്ലോ. ഇവിടെ ഗവർണറെ പൂജിച്ച് ഈ വീടിന്റെ ഐശ്വര്യം ഗവർണർ എന്ന് പറഞ്ഞ് തിരുവനന്തപുരത്തുള്ളവരും അങ്ങ് കാസർഗോഡ് ഉള്ളവരും അമേരിക്കയിലുള്ളവരും ഒക്കെ ഇങ്ങനെ ഈ ഫോട്ടോ വെച്ചിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ അവര് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ പോകുമ്പോ ഈ ഗവർണർ എന്താണ്, ഈ രവി എന്ന് പറയുന്ന ഗവർണർ തമിഴ്നാട്ടിൽ കാണിക്കുന്നത്? മറ്റേ ധൻഖർ എന്തായിരുന്നു പിന്നെ വെസ്റ്റ് ബംഗാളിൽ കാണിച്ചത്? ഇപ്പൊ മറ്റേ ആൾ എന്താ കാണിക്കുന്നത്? അപ്പൊ ഗവർണറെ കൊണ്ടും BJP ഈ അല്ലാത്ത സംസ്ഥാനങ്ങളെ ആക്രമിക്കാനും അവരെ ഭരണത്തിന് പ്രോപ്പറായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും മാത്രമാണ് വരുന്നത്. മാത്രമല്ല ഇവർക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. ഇപ്പൊ ഈ ആരിഫ് മുഹമ്മദ് ഖാനെ സംബന്ധിച്ചിടത്തോളം 6-7 പാർട്ടി മാറിയിട്ട് വന്നിട്ടുള്ള ഒരു ഭിക്ഷാന്തേഹിയാണ് അദ്ദേഹം. ഇവിടെ വന്നിട്ട് ഞാനിവിടെ ഒരു അദ്ദേഹത്തിന് പുതിയ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പുതിയ രാഷ്ട്രീയ നിലപാടുകൾ ഉണ്ടാകുന്നത്. അതിനാണ് അവസരവാദി, കാലുമാറ്റക്കാരൻ, ബാക്കി പേരുകളുണ്ട്, വേണമെങ്കിൽ ഞാൻ പറയാം മനു സമയം തന്നാല്. അതിവിടെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷെ അപ്പോഴും ഈ അദ്ദേഹം പിന്നെ BJPയുടെ മുന്നിൽ ഞാനിതാ ഇവിടെയെല്ലാം തകർക്കുന്നവനാണ്, ഞാനൊരു സംഭവമാണ് എന്ന് കാണിക്കാൻ വേണ്ടി ഇവിടെ പോയി. കോൺഗ്രസ്സുകാരാണെങ്കിൽ ഇയാളെ കണ്ടിട്ട് അയ്യോ ഇതുപോലൊരു സാധനം ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ്സുകാർ ഇയാളുടെ കാല് പിടിച്ചു കിടക്കും. ഞാൻ ചോദിക്കട്ടെ, ആർട്ടിക്കിൾ 163 പ്രകാരം മുഖ്യമന്ത്രിയുടെയും മന്ത്രിസഭയുടെയും പിന്നെ ഉപദേശം അനുസരിച്ചാണ് അദ്ദേഹത്തിന്റെ കർത്തവ്യം നിർവഹിക്കേണ്ടതെന്നാണ് ആർട്ടിക്കിൾ 163 പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇദ്ദേഹം നിർവഹിക്കുന്നത്? ഇദ്ദേഹത്തിന് പിന്നെ നിങ്ങൾ പറഞ്ഞു സർക്കാരിന്റെ പ്രതിരോധവും പ്രതികരണവും നടത്തുന്ന ഒരാൾ. ഇതെന്താണ് ഇത്? രണ്ട് യുദ്ധം നടക്കുന്ന ഒരു സ്ഥലമാണ്. പ്രതിരോധിക്കുക എന്ന് പറഞ്ഞാൽ ഗവർണർക്കെതിരെ കരിങ്കൊടി എടുത്തിട്ട് പ്രതിഷേധിച്ചത് സർക്കാരാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. സർക്കാരിന്റെ പോലീസ് അല്ല, ഞാൻ പറയട്ടെ, സർക്കാരിന്റെ പോലീസാണ് ഗവർണർക്ക് കരിങ്കൊടി കാണിക്കാൻ കുട്ടികളെ അവിടെ നേരത്തെ കൊണ്ടുവന്ന് നിർത്തുന്നത് എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. മനു, അവിടെ ഒരു വിഷയമുണ്ട്, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം. നിങ്ങൾ ശ്രദ്ധിക്കാം, മനു ആയതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. എവിടെയെങ്കിലും SFI ഗവർണറിനെ എഴുതി വെച്ചിട്ടുണ്ടോ? വൈസ് ചാൻസലർ എന്നാണ് എഴുതുന്നത്, അല്ലേ? ചാൻസലർ എന്നാണ് എഴുതുന്നത്. ഒരു സംസ്ഥാനത്തും ഒരു ഗവർണർക്കും ചാൻസലർ പദവിയില്ല. എന്നാൽ കേരളത്തിന്റെ നമ്മുടെ വന്നുകൊണ്ടിരുന്ന ഒരു കീഴ്വഴക്കമായി അദ്ദേഹത്തിന് ചാൻസലർ പദവി ഉണ്ട്. അദ്ദേഹത്തിന് അതില്ല. അദ്ദേഹത്തിന് മാറാൻ പറഞ്ഞാൽ എടുത്ത് മാറേണ്ടതാണ് മര്യാദയ്ക്ക്. അതല്ല, അവിടെയും അപ്പൊ സർക്കാർ നോക്കൂ, അവിടെയും സർക്കാർ എത്ര പ്രോപ്പറായിട്ടാണ് വേണ്ട അങ്ങനെ ഒരു അഗ്രഷൻ നമ്മൾ തമ്മിൽ ഉണ്ടാകേണ്ടതില്ല എന്നുള്ളതല്ലേ സർക്കാർ ഉണ്ടാക്കിയത്. അപ്പോഴും പ്രതികരണവും വരുന്നത് എങ്ങനെയാണ്? ഞാൻ പറഞ്ഞത് അദ്ദേഹത്തെ നിങ്ങൾ ആക്രമിക്കുമ്പോൾ ഞാൻ ചോദിക്കുന്ന ആക്രമിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇദ്ദേഹം നടത്തുന്ന പ്രവർത്തനങ്ങൾ എന്താ? ചാൻസലർ പദവി ഇരുന്ന് നടത്തുന്നത് എത്ര ഹൈക്കോടതി വിധികളുണ്ടായി? എത്ര ഹൈക്കോടതി വിധികൾ ഇദ്ദേഹം തിരിച്ചടി? ഇദ്ദേഹത്തോട് പറഞ്ഞില്ലേ പഞ്ചാബ് ഗവർണർക്ക് ഞങ്ങൾ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്, പോയിരുന്ന എത്ര തിരിച്ചടി സർക്കാരിനുണ്ടായി? ഇപ്പൊ കണ്ണൂർ നിയമിച്ചു. അതുപോലെ എത്ര അനധികൃത നിയമനങ്ങൾ എന്ന വിഷയം ഏതാണ് അനധികൃത നിയമനങ്ങൾ? അതെ, ഈ ഗോപിനാഥ് രവീന്ദ്രന്റെ നിയമനം എന്താണ് അദ്ദേഹം പറഞ്ഞത്? അത് അദ്ദേഹം അനുവദിച്ചത് സമ്മർദ്ദം ചെലുത്തിയാണെന്നല്ലേ? അത് അദ്ദേഹം പറയുന്നില്ലേ? അങ്ങനെ ഒരു സമ്മർദ്ദം ചെലുത്തിയാൽ ഇരിക്കേണ്ട ഒരു പൊസിഷനിലാണ്. അതായത് സർക്കാരിന്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കേണ്ട ആളാണ് ഗവർണർ എന്ന് പറയുകയും അദ്ദേഹം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം എല്ലാം ഭരണഘടന അങ്ങനെയല്ല. അങ്ങനെയായിരുന്നു. ഇത് ഏറെക്കുറെ ഒരുമിച്ച് പോവുകയായിരുന്നു. ഇതിലെന്താ സംഭവിച്ചത്? കണ്ണൂർ സർവകലാശാലയിൽ നിങ്ങൾ അദ്ദേഹത്തെ ക്ഷണിച്ചു വരുത്തി. ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസ് നടക്കുന്നു, അവിടെ ഇരുന്ന് ആക്ഷേപിച്ച് പുറത്തിറക്കി. അവിടുന്നാണ് അങ്ങനെ പറയല്ലേ? ഏത് അടിച്ചു പുറത്തിറക്കി? അദ്ദേഹം അവിടെ നടത്തിയ പ്രസംഗം എന്താ?
എത്രയോ സ്കോളേഴ്സ് അവിടെ വന്നിരുന്നു. ആ സ്കോളേഴ്സിന്റെ ഇടയിൽ സംസാരിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം എന്തെല്ലാമാണ് അങ്ങോട്ട് പറഞ്ഞത്, പ്രകോപനപരമായിട്ട് പറഞ്ഞത്? അത് മനു കൗണ്ട് ചെയ്യുന്നില്ലേ? ഇദ്ദേഹം അങ്ങനെ ഒരു സ്ഥാനത്തിരുന്നുകൊണ്ട് അവിടെ വിളിച്ചു വരുത്തിയ ഒരു സ്ഥാനത്തിനകത്ത് അദ്ദേഹം അങ്ങനെയാണോ സംസാരിക്കേണ്ടത്? അപ്പൊ അവരും എല്ലാം ഇയാളെക്കാളും പ്രായമുള്ളവരും അക്കാഡമീഷ്യൻസുമാണ് അവരത് പറയും. അങ്ങനെ പറയാൻ അതിനകത്ത് എന്തെങ്കിലും അങ്ങനെ അടിച്ചിറക്കിയെങ്കിൽ ഇദ്ദേഹം ഉദ്ദേശിക്കുന്ന അതാണ്, എന്നെ അടിച്ചിറക്കണം. ഞാൻ ചോദിക്കുന്നത് പിന്നെ ഗവർണറുടെ LDCയുടെ ആംഗ്ലറ്റ് വലിച്ചു കീറുക എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് അതിന്റെ അർത്ഥം? അദ്ദേഹത്തിന് നേരെ കയ്യേറ്റം നടന്നല്ലേ? ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഒരു പ്രോട്ടോകോൾ എന്താണ്? ഒരു മിനിറ്റ് അതവിടെ നിൽക്കട്ടെ. ഈ ഒരു പ്രോട്ടോകോൾ എന്താ? ഗവർണർ വന്നതിന് ശേഷം ഗവർണർ പോയിട്ടല്ലേ മറ്റാളുകൾ സ്റ്റേജ് വിടുക? അതല്ലേ ഒരു മര്യാദ? അതല്ലേ അവിടെ അദ്ദേഹത്തോട് ഇരിക്കാൻ പറഞ്ഞു. അല്ല, അവിടെ ഗവർണറോട് ഇരിക്കാൻ പറഞ്ഞു. വേദിയിൽ ഇരുന്ന SFI പ്രവർത്തകർ അദ്ദേഹത്തെ പ്രതിഷേധിച്ചു, അദ്ദേഹത്തിന് നേരെ. നിങ്ങൾ തന്നെ അത്ര മോശക്കാരനായ ഒരാളായിരുന്നെങ്കിൽ നിങ്ങൾ എന്തിനു വിളിച്ചുകൊണ്ട് വന്നു? അല്ല, ഞാൻ ചോദിക്കുന്നത്, അദ്ദേഹത്തിന് നിങ്ങൾ അത്ര മോശക്കാരനായിരുന്നെങ്കിൽ നിങ്ങൾ എന്തിനു ക്ഷണിച്ചു? ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസ് ഗവർണർ ഉദ്ഘാടനം ചെയ്യണമെന്ന് ഒരു നിയമവുമില്ല. ഞാൻ ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസിൽ എന്റെ 22ാമത്തെ വയസ്സോട്ട് പോകുന്ന ഒരാളാണ്. ഗവർണർ ഉദ്ഘാടനം ചെയ്യുന്ന ചരിത്രമൊന്നുമില്ല. അല്ല, ഞാൻ പറയട്ടെ, ഞാനും കൂടി പറയട്ടെ. ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസ് ഒരു ഗവർണർ ഉദ്ഘാടനം ചെയ്യുന്ന എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ഞാൻ 22ാമത്തെ വയസ്സിൽ ചാൻസലർ ഉദ്ഘാടനം ചെയ്യണമെന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസ് ആര് ഉദ്ഘാടനം ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസ് ആണ്. ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസ് ആണ് തീരുമാനിക്കുന്നത്. ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസിന് ആതിഥേയത്വം അരുളുന്ന ഒരു ജോലി മാത്രമേ ഉള്ളൂ കണ്ണൂർ സർവകലാശാലയ്ക്ക്. അതിനൊരു വേദി കൊടുക്കുന്നു. ആളെ വിളിക്കുമ്പോ അയാളെ എന്തിനു വിളിച്ചു എന്ന് ചോദിക്കുന്നതിനകത്ത് എന്തർത്ഥാണ് മനു? അയാളെ നിങ്ങൾ വിളിച്ചു വരുത്തിയാൽ പിന്നെ അയാൾ പറയുന്നത് കേൾക്കണ്ടേ? ഞാനിപ്പോ ദീപു അല്ല വിളിച്ചു വരുത്തി എന്നിട്ട് അയാളോട് നിങ്ങൾ പറയരുത്, നിങ്ങൾ സംസാരിക്കരുത്, അവിടെ ഇരിക്കൂ എന്നാണോ പറയുന്നത്? ഗവർണറെ വിളിച്ചു വരുത്തി അദ്ദേഹം അവിടെ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോ എന്തൊക്കെ ഇരിക്കാൻ പറഞ്ഞു? അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരു ഗവർണറാണ്. അദ്ദേഹം എന്താ അതിനെക്കുറിച്ച് പറഞ്ഞത്? പൗരത്വ നിയമം സർക്കാർ പാർലമെന്റിൽ പാസ്സാക്കിയ ഒരു നിയമമാണ്. ഒരു ഗവർണർ എന്ന നിലയിൽ എനിക്ക് അതിനെ എതിർക്കാൻ പറ്റില്ല എന്നൊരു നിലപാട് അദ്ദേഹം സ്വീകരിച്ചു. അതിനെ ചൊല്ലിയല്ലേ തർക്കം ഉണ്ടായത്? ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസിൽ അതിനെ ചൊല്ലിയല്ലേ തർക്കം ഉണ്ടായത്? ബാക്കിയുള്ളവർക്ക് സംസാരിക്കണ്ടേ? ബാക്കിയുള്ളവർ സംസാരിക്കുമ്പോ ഇദ്ദേഹം എന്തിനാണ് അതിനകത്ത് ഇടപെടുന്നത്? ഒരു ഇടപെട്ടൊന്നും നടത്തിയില്ല. പ്രൊഫസർ ഇർഫാൻ ഹബീബ്, ഞങ്ങളെല്ലാം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അവിടെ നടന്നത് മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ അവിടെ ഉണ്ടായിരുന്നുകൊണ്ടാണ് എനിക്ക് ഇത്ര ആധികാരികമായി പറയാൻ കഴിയുന്നത്. മാത്രമല്ല, ഈ ഒരു വിഷയത്തെ കുറിച്ച് ആളുകൾക്കിടയിൽ പ്രശ്നം ഉണ്ടാവും. പൗരത്വ ബില്ലിനെതിരെ ജനരോഷമുണ്ട്. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രതികരിക്കും. ആ പ്രതികരിക്കുന്നതിന്റെ ഭാഗമായി അവിടെ നിന്നിട്ട് ഒരു ഗുണ്ട കണക്കെ നിന്നിട്ട് അങ്ങനെ ഓടിച്ചു വിട്ടുന്നൊന്നും പറയുന്നതിനകത്ത് അർത്ഥമല്ല. പിന്നെ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇദ്ദേഹം ഈ ചാൻസലർ എന്ന നിലയിൽ ചെയ്യാവുന്ന പരമാവധി കാര്യം കാണിച്ചു. പൂക്കോട് സർവകലാശാലയിൽ ഇദ്ദേഹം തന്നെയല്ലേ ഒരു കമ്മിറ്റിയെ രൂപീകരിച്ച് SFI ഗുണ്ടകൾ എന്ന് പറഞ്ഞ കുടുംബത്തിനെയും വഴിതിരിച്ചു കൊണ്ടുവന്നത്. എന്നിട്ട് ഇദ്ദേഹത്തിന്റെ കമ്മിറ്റി ഇട്ട കമ്മീഷൻ എവിടെയെങ്കിലും SFI എന്നൊരു വാക്ക് ഉദ്ധരിച്ചോ? അപ്പൊ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത സാധനം ഉണ്ടാക്കുന്നത്? എന്തിനാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? അപ്പൊ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് തന്റെ രാഷ്ട്രീയത്തിൽ ഞാൻ ഇവിടെ ഈ സർക്കാരിനെ, ഇടതുപക്ഷ സർക്കാരിനെ ഞാൻ മൂക്കൊണ്ട് വരപ്പിച്ചിട്ടുണ്ട്, എനിക്ക് അതിനനുസരിച്ച് ഒരു സാധനം തരണമെന്ന് പറയുന്നതാണ്. അതിനെയാണ് എതിർക്കുന്നത്. അല്ലാതെ ഇദ്ദേഹത്തിന് ഈ ഭരണഘടനാ വിരുദ്ധമായിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്തു തരണമെന്ന് ഈ സർക്കാർ പറഞ്ഞോ? അദ്ദേഹത്തിന് സമ്മർദ്ദം ഉണ്ടാക്കി സർവകലാശാലയുടെ നേതൃത്വം ഇന്നയാളെ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് മുകളിലേക്ക് പ്രഷർ കൊണ്ടുവരുന്നു നിയമം ലംഘിക്കാൻ. ആ നിയമം സർക്കാരിന് ഒരു നയനിലപാടുണ്ടാവും ഇല്ലേ? ആ നയനിലപാടാണ് അദ്ദേഹം കോടതിയിൽ ഗവർണർ പറഞ്ഞ കാര്യമല്ലേ? അപ്പൊ നിങ്ങൾ നിയമസഭയിൽ നടത്തുന്നത്. ആ സർക്കാരിന് ആ നയനിലപാട് ചെയ്യേണ്ടി വരും. ആ കാര്യങ്ങൾ ചെയ്തതാണല്ലോ കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലറോട് പൊക്കോളാൻ പറഞ്ഞത് ഹൈക്കോടതി, സുപ്രീം കോടതി. സുപ്രീം കോടതി പറഞ്ഞില്ല, ഹൈക്കോടതി സുപ്രീം കോടതി പോയില്ല. എന്നിട്ടോ എന്തേ അങ്ങനെ ഒരു സാഹചര്യം വരാൻ കാരണം? ശരി, ഓക്കെ, അവിടെ അങ്ങേര് തന്നെയാണ്. ഞാനൊരു കാര്യം പറയുന്നത്, ശക്തമായ ഒരു നിലപാട് ആ സമയത്ത് നിങ്ങൾക്കെതിരെ നിൽക്കുക. പിൻവാതിൽ നിയമനം
ഈ നാട്ടിലെ ആളുകളുടെ പേരിൽ പിൻവാതിൽ നിയമനം സർക്കാരിന്റെ രീതിയിൽ സർക്കാരിന് ആവശ്യമില്ലാത്ത രീതിയിൽ സർക്കാർ ബാലഗോപാലിനെതിരെ ബാലഗോപാലിനോട് പറയണേ, എനിക്ക് ഇദ്ദേഹത്തോടുള്ള പൂർണ്ണ തൃപ്തി ഇല്ല. ഇദ്ദേഹം ആരാ ഇവിടുത്തെ രാജാവോ? അല്ല, അതൊരു സെന്റൻസിന്റെ യൂസേജ് ആണ്. അല്ല, ഗവർണർ എങ്ങനെയാണ് എന്നുള്ള വാക്കിനെയാണ്. സെന്റൻസ് പോലും വരാൻ പാടില്ലെന്നേ. അല്ല, അത് ആ ഭരണഘടനാപരമായുള്ള ഒരു വാക്കാണ് വിത്ത് ഗവർണർ പ്ലഷർ എന്നുള്ളത്. മനു എന്താണ് മനു പറയുന്നത്? ഇദ്ദേഹത്തെ മനു മെഴുകരുത് പ്ലീസ്. ഞാൻ മെഴുകുന്നില്ല, എനിക്ക് ഗവർണർ ശരിയില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് തന്നെ വീഴ്ചകൾ മറച്ചുവെക്കാൻ പറ്റില്ല. ഭരണഘടനാ വിരുദ്ധമായി ഇന്ന കാര്യം ചെയ്യൂ എന്ന് ഈ സർക്കാർ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യത്തെ പറ്റി അതാണ് ഞാൻ പറഞ്ഞത്. VC നിയമനം തെറ്റായി തന്നെയാണ് സമ്മർദ്ദം ചെലുത്തിയത്. അത് ഭരണഘടനാ വിരുദ്ധമാണോ? അല്ല, അത് തന്റെ മുകളിൽ സമ്മർദ്ദം ചെലുത്തി എന്ന് സെർച്ചിങ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടാണ് ഹൈക്കോടതി അതിന് തർക്കം പറഞ്ഞത്. സർ, അല്ല അദ്ദേഹത്തെ നിയമിച്ചതോ അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിന് കഴിവില്ലാത്തവരോ ഒന്നൊന്നുമല്ല പറഞ്ഞത്. നിങ്ങൾ സെർച്ചിങ് കമ്മിറ്റിയെ വെച്ചില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ടാണ് അതിന് ഹൈക്കോടതി തടസ്സം പറഞ്ഞത്. അപ്പൊ ഇതില് സെർച്ച് അതാണ് നടപടിക്രമം പാലിച്ചില്ല എന്ന് പറഞ്ഞത്. അടുത്ത വിഷയം എന്താ? ഞാനിപ്പോ അതെ ദീപ് പറഞ്ഞ 164 ആർട്ടിക്കിൾ എടുത്ത് ദീപ് പറഞ്ഞില്ല. ഞാനിപ്പോ ആ ആർട്ടിക്കിൾ തന്നെ തെരയുന്നു. ദ കോൺസ്റ്റിറ്റ്യൂഷൻ സേസ് ആർട്ടിക്കിൾ 164 ദ ചീഫ് മിനിസ്റ്റർ ഷാൽ ബി അപ്പോയിന്റഡ് ബൈ ദി ഗവർണർ ആൻഡ് അതർ മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്നിടത്താണ് ഈ ഇദ്ദേഹത്തിന്റെ പ്ലഷർ എന്ന വാക്കിന്റെ പ്രയോഗം വരുന്നത്. അതിനകത്ത് പറയുന്നില്ല. അതിനകത്ത് 164ന്റെ സ്ഥാനത്ത് പ്ലഷർ പറയുന്നില്ല. എയ്ഡ് ആൻഡ് അഡ്വൈസ്. ഒരു മിനിറ്റ്, ഞാൻ എടുത്തു തരുന്നത് ഗവർണറിന്റെ ഒരു സർക്കാർ ഈ വിഡ്രോവൽ ഓഫ് പ്ലഷർ എന്ന് പറഞ്ഞ വിഡ്രോവൽ ഓഫ് പ്ലഷർ എന്ന് പറയുന്നത് അത് ഇത് അദ്ദേഹത്തിന്റെ അതിനെ സംബന്ധിച്ച് വലിയ തർക്കം പിന്നീട് അതന്നെ ആർട്ടിക്കിൾ 164. ഇറ്റ് ഓൾസോ ആഡ്സ് ദാറ്റ് ദ മിനിസ്റ്റർ ഷാൽ ഹോൾഡ് എൻ ഓഫീസ് ഡ്യൂറിംഗ് ദ പ്ലഷർ ഓഫ് ദ ഗവർണർ. അല്ലേ, അങ്ങനെയല്ലേ പറയുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ സേസ് ആർട്ടിക്കിൾ 164 സേസ്. അല്ല, ഞാൻ മുഴുവൻ വായിക്കാം. ഇപ്പൊ ഞാൻ പറയാം. അല്ല, ഞാൻ വെറുതെ പറഞ്ഞല്ല. ദ ചീഫ് മിനിസ്റ്റർ ഷാൽ ബി അപ്പോയിന്റഡ് ബൈ ദ ഗവർണർ. ഒരു മിനിറ്റ് അത് തന്നെ. ദ ചീഫ് മിനിസ്റ്റർ ഷാൽ ബി അല്ല നിക്ക് അതാ നിങ്ങൾ ചോദിച്ചത്. എന്റെ അതൃപ്തി എന്ന് പറയുന്നത് ഇനി തർക്കിച്ച് വഷളാക്കല്ലേ. ഞാൻ പറയട്ടെ. ആർട്ടിക്കിൾ 164 സേസ് ദ ചീഫ് മിനിസ്റ്റർ ഷാൽ ബി അപ്പോയിന്റഡ് ബൈ ദ ഗവർണർ ആൻഡ് അതർ മിനിസ്റ്റർ ഷാൽ ബി അപ്പോയിന്റഡ് ബൈ ദ ഗവർണർ on the chief minister's advice. It also adds that the minister shall hold office during the pleasure of the governor. അത് ശരി, നിയമത്തിലുണ്ട്. പക്ഷെ പ്ലഷർ പോയിന്റ് കാര്യത്തിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. പ്ലഷർ പോയിന്റ് കാര്യം എന്താ? പ്ലഷർ പോയതിന്റെ കാര്യം നിങ്ങൾ അദ്ദേഹത്തെ ഇതുപോലെ പരസ്യമായി അധിക്ഷേപിച്ചു. അദ്ദേഹത്തിന് ട്രെയിൻ പിടിക്കും. അപ്പുറത്തേക്ക് കണ്ണൂർ സർവകലാശാലയ്ക്ക് ട്രെയിൻ പിടിക്കും. ഇതാണ് 163 വായിച്ചേ. 164 വായിച്ചില്ലേ? 163 വായിച്ചേ. അല്ല, 163 ഞാൻ സമ്മതിച്ചു. ഞാൻ പറഞ്ഞു നമ്മൾ തർക്കം വന്നത് പ്ലഷറിനെ കുറിച്ചാണല്ലോ. അവിടെ കിടക്കുന്നു മനു, അവിടെ കിടക്കുന്നു. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഈ സർക്കാർ ഈ ഗവർണറോട് നിങ്ങൾ ഭരണഘടനാവിരുദ്ധമായിട്ട് ഒരു കാര്യം ചെയ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞതെന്നേ. നിയമവിരുദ്ധമായി ചെയ്യാൻ പറഞ്ഞെന്നല്ല അദ്ദേഹം കോടതി പോയി പറഞ്ഞത്. പിന്നെ അതേ കാര്യം ഞാൻ തർക്കിക്കുന്നതിന്. ശരി, എന്റെ ഈ സമയം അവസാനിച്ചു. ദീപുവിന് നമുക്ക് നാളെ വീണ്ടും തർക്കിക്കാം. അല്ല, ഞാൻ പറഞ്ഞത് കോടതി എന്ന് പറഞ്ഞതല്ല, ഗവർണർ ചെന്ന് പറഞ്ഞു. ശരി, ഏതായാലും എനിക്ക് ഈ സമയം അവസാനിക്കുന്നത് കൊണ്ടാണ്. കൃഷ്ണൻകുട്ടി വളരെ ചുരുങ്ങിയ വാക്കുകളിൽ സമയം അതിക്രമിച്ചതുകൊണ്ട്. ഇല്ല, ഞാൻ ഓടിയില്ല. ഞാൻ ഇവിടെ തന്നെ നാളെയും വരും. ഞാൻ എവിടെ പോകാൻ? കൃഷ്ണൻകുട്ടി പെട്ടെന്ന്. ഹലോ, കേൾക്കാം. ശ്രീ കൃഷ്ണൻകുട്ടിക്ക് പറയാം. ഞാൻ പറയാനുള്ളത് ഇപ്പൊ ഇതുവരെ കേട്ടോണ്ടിരുന്നതിന്റെ ബാക്കിയായിട്ടാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം മനു പറഞ്ഞത് നമ്മുടെ ഇതിനകത്ത് പ്ലഷർ എന്നൊരു വാക്ക് എഴുതി വെച്ചതിനെ പറ്റിയാ പറഞ്ഞേക്കുന്നേ. അതായത് ഗവർണർക്ക് സന്തോഷമുള്ള അത്രയും കാലം മുഖ്യമന്ത്രിക്ക് തുടരാം. അപ്പൊ ഗവർണറുടെ സന്തോഷം പോയി കഴിഞ്ഞാല് മുഖ്യമന്ത്രിയെ പിരിച്ചുവിടുവോ? അല്ല, അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ പ്ലഷർ എന്നുള്ള ആലങ്കാരികമായി എഴുതി ചേർത്ത കാര്യമാണ്. പ്ലഷർ എന്നുള്ള വാക്ക് ആലങ്കാരികമായി എഴുതി ചേർത്ത അതായത് അത് പൊതു താല്പര്യത്തിന്റെ സന്തോഷത്തിന് ഗവർണറുടെ പ്ലഷർ പോയി കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയെ പിരിച്ചുവിടാൻ പറ്റുമോ? അല്ല, അദ്ദേഹത്തിന് പ്ലഷർ വിഡ്രോ ചെയ്യുന്നു അദ്ദേഹം പറഞ്ഞു ചില ഘട്ടങ്ങളിൽ. വിഡ്രോ ചെയ്താലും എന്താണെങ്കിലും അത് നല്ല അർത്ഥത്തിൽ നമ്മുടെ ഭരണഘടന ഉണ്ടാക്കിയ മഹാനായ അംബേദ്കർ എഴുതി വെച്ച ഒരു സംഭവമാണ്. അതേ ഞാൻ പറഞ്ഞു. എത്ര മഹത്തായ ആൾക്കാർ എന്ത് ചെയ്താലും ഒരു ചില പിഴവുകളൊക്കെ പറ്റും. അങ്ങനെ
അംബേദ്കർക്ക് പറ്റിയ ഒരു പിഴവാണ് ഈ ഗവർണർ പോസ്റ്റ് എന്നാണ് ഞാൻ പറയുന്നത്. ഇങ്ങനൊരു ആവശ്യമില്ലായിരുന്നു. ഒരു സർക്കാരിനെ തെരഞ്ഞെടുക്കുന്നത് ഞാൻ ഒരിക്കലും അതിനോട് സമ്മതിക്കില്ല. കാരണം ഇന്ത്യയുടെ ഭരണഘടന ഇത്ര കൃത്യമായി എഴുതി വെച്ച ഒരു മഹാനാണ് അംബേദ്കർ എന്ന് എത്ര തവണ വേണമെങ്കിലും ആവർത്തിച്ച് പറയാം. കാരണം അതിന് നമ്മുടെ ഭരണഘടനയുടെ ഒരു കാര്യം ചെക്സ് ആൻഡ് ബാലൻസ്, അതായത് ആർക്കും സർവാധികാരം കിട്ടാത്ത, എല്ലാവർക്കും നിയന്ത്രണങ്ങളുള്ള, എന്നാൽ എല്ലാവരെയും കഴിവിന്റെ പരമാവധി പ്രയത്നിക്കാൻ അനുവദിക്കുന്ന കൃത്യമായ ഒരു സംവിധാനം. അതിനെയാണ് ചെക്സ് ആൻഡ് ബാലൻസ് ആണ് നമ്മുടെ ഭരണഘടനയുടെ ഏറ്റവും മികച്ച സവിശേഷത. അതുകൊണ്ടാണ് ചില ഘട്ടങ്ങളിൽ ഗവർണറും ഒക്കെ വരുന്നത് പ്രസിഡന്റും എന്താണെന്ന് ജനങ്ങളാ തീരുമാനിക്കുന്നത്. അല്ല, ജനങ്ങൾ തീരുമാനിച്ച് ഭൂരിപക്ഷം കൊടുത്ത ഒരു സർക്കാരിനെ നിയന്ത്രിക്കുന്ന ഘടകങ്ങളിൽ ഒന്നാണ് ഭരണഘടന. ഭരണഘടനയ്ക്ക് അതീതമായി നീങ്ങണമെങ്കിൽ ഭരണഘടന ഭേദഗതി ചെയ്യണം. അല്ലാതെ സർക്കാർക്ക് ജനങ്ങളുടെ പിന്തുണയുണ്ട് എന്ന് കരുതി ഭരണഘടന മുഴുവൻ ഭേദഗതി ചെയ്യാൻ പറ്റില്ല. ഭരണഘടനയുടെ സ്പിരിറ്റ് ഭേദഗതി ചെയ്യാൻ പറ്റില്ല. അതൊക്കെ വളരെ കൃത്യമായ അടിത്തറയോടെ എഴുതി വെച്ച ശ്രീ അംബേദ്കർ ആണ് ഇന്നും നമ്മുടെ കരുത്ത് എന്ന് എനിക്ക് പറയാം. എനിക്ക് സമയം അതിക്രമിച്ചുകൊണ്ടാണ്. ഏതായാലും ശ്രീ കൃഷ്ണൻകുട്ടിയായിട്ട് നാളെ തർക്കിക്കാം. അജിത് നായർ പറയുന്നു പുതിയ ഗവർണർ ഒരു റബ്ബർ സ്റ്റാമ്പ് ആയിരിക്കും. ഇഫ് റിക്വയർഡ് പിണറായി നീഡ്സ് ടു ബി പണിഷ്ഡ് എന്ന്, ഷുഡ് നോട്ട് ബി എ റബ്ബർ സ്റ്റാമ്പ് എന്ന് പറയുന്നു. പുതിയ ഗവർണർ റബ്ബർ സ്റ്റാമ്പ് ആകരുത് എന്ന് അജിത് നായർ പറയുന്നു. ഷാജി ഭാസ്കരൻ നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. അദ്ദേഹം പറയുന്നത് ഒരു ഗവർണർ എങ്ങനെയാകരുത് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായിരുന്നു ആരിഫ് ഖാൻ എന്ന് പറയുന്നു. ഷാജി ഭാസ്കറിന് ദീപുവിന് ഒരു പിന്തുണയും നൽകിയിട്ടുണ്ട്. ഏതായാലും ആ തർക്കത്തിൽ ദീപുവിന് കൂടുതൽ പിന്തുണ കിട്ടിയെന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. ആളുകൾ ഷാജി ഭാസ്കറൊക്കെ ദീപുവിനെയാണ് പിന്തുണയ്ക്കുന്നത്. മൂസ ചങ്കരം ചൊല്ലാം എന്ന് പറയുന്നു. ഇനി ഇവിടെ ഖാനെ ആവശ്യമില്ല എന്ന് പറയുന്നു. രഘുനന്ദൻ പറയുന്നു കേരളത്തിലെ പുതിയതായിട്ട് നിയമിക്കുന്ന ഗവർണറോട് ഏറ്റുമുട്ടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്, അതാണ് കേന്ദ്രം ഉദ്ദേശിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. അശോകൻ ശിവരാജൻ എനിക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. PVK രാമൻ ഖാൻ വാസ് ദ ബെസ്റ്റ് ഗവർണർ ഫോർ കേരള എന്ന് പറയുന്നു. ഹി വാസ് ദ ബെസ്റ്റ് ഗവർണർ കേരള എവർ ഹാഡ് എന്നാണ് PVK രാമൻ്റെ പ്രതികരണം. സുധീഷ് വി പറയുന്നു കുരുപൊട്ടി ഏതോ അന്തംഗം. ഇത്തരം പ്രയോഗങ്ങൾ നമുക്ക് ഒഴിവാക്കേണ്ടതാണ്. സുധീഷിന് പക്ഷേ ദീപുവിനോട് വലിയ താല്പര്യമില്ല, എന്നോടാണ് താല്പര്യമെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും ഷിജി ഭാസ്കരൻ ദീപുവിനെ പിന്തുണയ്ക്കുമ്പോൾ സുധീഷ് വി എന്നെ പിന്തുണയ്ക്കുന്നു. 5 വർഷം പൂർത്തിയായിട്ട് ആണ് പോകുന്നത്, അല്ലാതെ ഓടിച്ചു വിടുന്നതല്ല ഇവർ എന്നും ഒക്കെ പറയുന്നു. മറ്റു ചില പ്രേക്ഷകർ, അതായത് നിരവധി പേർ കമൻറ്റ് ഇതിൽ ചെയ്യുന്നുണ്ട്. ശ്രീ കൃഷ്ണൻകുട്ടിയും ഒക്കെ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും സംസാരിക്കാം. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നതിന് മുൻപ് ഈ യൂട്യൂബിൽ ഈ വിഷയം ഞങ്ങൾ ചർച്ച ചെയ്തിരുന്നു. പ്രേക്ഷകർക്ക് മുമ്പിൽ വരാനിരിക്കുന്ന ഗവർണർ പിണറായിയുമായി ഏറ്റുമുട്ടുമോ എന്നായിരുന്നു ചോദ്യം. പിന്തുണ നൽകുമോ എന്ന് ചോദിക്കുമ്പോൾ 22% ആളുകൾ വലിയ പ്രതീക്ഷയിലാണ്. 22% ആളുകൾ പറയുന്നു പുതിയ ഗവർണർ പിണറായി വിജയൻ സർക്കാരിന് പിന്തുണ നൽകുമെന്ന്. എന്നാൽ 78% ആളുകൾ വരാനിരിക്കുന്ന പൂരം കാണേണ്ടിയിരിക്കുന്നു എന്ന നിലപാടുള്ളവരാണ്. പൊരിഞ്ഞ പോരാട്ടം നടക്കും എന്നാണ് പലരും വ്യക്തമാക്കുന്നത്. 78% ആളുകൾ ഇനിയും ഏറ്റുമുട്ടൽ തുടരും എന്ന നിലപാടാണ് വ്യക്തമാക്കുന്നത്. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുകയാണ്. പ്രേക്ഷകർക്ക് അവരുടെ അഭിപ്രായങ്ങൾ എഴുതാൻ, ചിലരുടെ ഫോണുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, അത് അവർക്കൊക്കെ യൂട്യൂബിലും പ്രതികരിച്ചിട്ടുണ്ട്. ഏതായാലും നന്ദി, നമസ്കാരം, മെറി ക്രിസ്മസ്. ഇന്നലെ